Good morning. Good morning. Names. ഓക്കെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. കുറച്ച് ദിവസമായി വന്നതല്ലേ നമ്മൾ കണ്ടിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഗുഡ് മോർണിംഗ്. ശരി, തുടങ്ങാം കേട്ടോ. അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലബോറട്ടറിയുടെ ഏറ്റവും അവസാനത്തെ ഭാഗം വരെ നമ്മൾ എത്തി അല്ലേ. അതായത് ലബോറട്ടറി മാനേജറുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ് നമ്മൾ ഇനി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതിനകത്ത് നമുക്കൊരു 18ഓളം പോയിന്റുകൾ നമുക്ക് പറയാനുണ്ട്. അതിനകത്ത് എനിക്ക് തോന്നുന്ന ഒരു 4-5 പോയിന്റുകൾ മാത്രമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് കേട്ടോ. ഓക്കെ, ഇത് തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു നോക്കിയോ? ഇത്രയും നമ്മൾ എടുത്ത ഭാഗങ്ങളൊക്കെ വായിച്ചു നോക്കിയിരുന്നോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. വായിച്ചു നോക്കി. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയും ഭാഗങ്ങളൊക്കെ ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? വേറെ ഡൗട്ട്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ നോക്കാം കേട്ടോ. ഞാൻ ഓൺ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ഓൺ മ്യൂട്ട് കൊടുക്കാണ്. ആദ്യത്തെ പോയിന്റ് ഓർമ്മയുണ്ടല്ലോ, നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് തുടങ്ങാം കേട്ടോ. നമ്മളിപ്പോ പഠിക്കുന്നത് ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞിരുന്നു, ഔട്ട്ലൈൻ, എക്സിക്യൂട്ട് ആൻഡ് സൂപ്പർവൈസ് ദ ലബോറട്ടറീസ് ക്വാളിറ്റി മാനേജ്മെന്റ് പ്രോഗ്രാം. അതായത് ലബോറട്ടറിയുടെ ക്വാളിറ്റി മാനേജ്മെന്റ് പ്രോഗ്രാമുകള് അത് കൃത്യമായിട്ട് അല്ലെ, ഒരു ലബോറട്ടറിയുടെ സേവനങ്ങളുടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിനായിട്ടുള്ള ക്വാളിറ്റി മാനേജ്മെന്റ് പ്രോഗ്രാമുകളുടെ രൂപരേഖ തയ്യാറാക്കുക. അത് രൂപരേഖ തയ്യാറാക്കുക മാത്രമല്ല, അത് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ, നടപ്പിലാക്കുക. ഇത്തരം പരിപാടികൾക്ക് വേണ്ട മേൽനോട്ടം വഹിക്കുക അല്ലെ, സൂപ്പർവൈസ് ചെയ്യുക. ഇതൊക്കെ ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. രണ്ടാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞത്, കോണ്ടാക്ട് വിത്ത് ദ നഴ്സിംഗ് ആൻഡ് അതർ ഹോസ്പിറ്റൽ സ്റ്റാഫ് വെനെവർ നീഡഡ്. അതായത് ആവശ്യമുള്ള സമയത്ത് ഈ പറയുന്ന നഴ്സിംഗ് മറ്റുള്ള ഹോസ്പിറ്റൽ സ്റ്റാഫുകളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അല്ലെ. ആവശ്യമുള്ള സന്ദർഭങ്ങളില് എന്താണ്, പേഷ്യൻസിന് വേണ്ടിയിട്ട് നമുക്കിപ്പോ നഴ്സസ് ആയിട്ടോ മറ്റുള്ള ഹോസ്പിറ്റൽ സ്റ്റാഫുകളായിട്ട് കോർഡിനേറ്റ് അല്ലെങ്കിൽ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന സാഹചര്യങ്ങളില് ഇപ്പൊ പേഷ്യൻസിന് സേവനങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള സമയത്ത് ഹോസ്പിറ്റൽ സ്റ്റാഫുകളും മറ്റ് നഴ്സിംഗ് സ്റ്റാഫുകളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക. ഓക്കെ, അത് ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. മൂന്നാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞത്, ഇംപ്ലിമെന്റ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് കണക്റ്റഡ് വിത്ത് സ്പെസിഫിക് ഏരിയ അല്ലെ. ഇംപ്ലിമെന്റ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് കണക്റ്റഡ് വിത്ത് സ്പെസിഫിക് ഏരിയ. നമ്മുടെ സ്പെസിഫിക് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ലബോറട്ടറി ഏരിയ ആണ് അല്ലെ. നമ്മുടെ ഏരിയ ഏതാണ്? ലബോറട്ടറിയാണ്. അപ്പൊ ലബോറട്ടറിയുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള നയങ്ങള്, നടപടിക്രമങ്ങളൊക്കെ നടപ്പിലാക്കുക അല്ലെ. ലബോറട്ടറി സംബന്ധമായിട്ട് അവിടുത്തെ സേഫ്റ്റി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ വേസ്റ്റ് ഡിസ്പോസൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അപ്പൊ അതിലേക്ക് കണക്ട് ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള പോളിസികളും പ്രൊസീജിയറുകളും ഒക്കെ ഉണ്ട് അല്ലെ. അങ്ങനെയുള്ള പോളിസികളും പ്രൊസീജിയറുകളൊക്കെ കൃത്യമായിട്ട് നടപ്പിലാക്കുക. നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, പോളിസി പ്രൊസീജിയർ ലബോറട്ടറിയുമായിട്ട് ബന്ധപ്പെട്ട് ലേബലിംഗ് പറഞ്ഞു, റിക്വസിഷൻ ഫോം പറഞ്ഞു അല്ലെ. അതുപോലെ സാമ്പിൾ എന്താണ്, റിജക്ഷൻ, അതൊക്കെ ഓരോ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആണ്. അപ്പൊ ആ ഒരു ലബോറട്ടറി സംബന്ധമായിട്ടുള്ള എല്ലാവിധ നയങ്ങളും നടപടിക്രമങ്ങളും കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക, നടപ്പിലാക്കുക. ഓക്കെ, അടുത്ത പോയിന്റ് എന്തായിരുന്നു? അസസ്, ഒബ്സർവ്, ട്രാക്ക് ആൻഡ് ട്രെൻഡ് ടെക്നിക്കൽ ആൻഡ് എംപ്ലോയി പെർഫോമൻസ്. ഇതാണ് അസസ്, ഒബ്സർവ്, ട്രാക്ക് ആൻഡ് ട്രെൻഡ് ടെക്നിക്കൽ ആൻഡ് എംപ്ലോയി പെർഫോമൻസ്. അതോടൊപ്പം തന്നെ സാങ്കേതിക ജീവനക്കാര്, മറ്റുള്ള എംപ്ലോയീസ്, അവരുടെ കൃത്യമായിട്ട് അവരുടെ പെർഫോമൻസിനെ നമ്മൾ വിലയിരുത്തുക, അസസ് ചെയ്യുക, അതുപോലെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുക, ട്രാക്ക് ചെയ്യുക. അതൊരു ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ് അല്ലെ. അവിടെയുള്ള സാങ്കേതിക ജീവനക്കാരും ഉണ്ടായിരിക്കും, അല്ലാതെയുള്ള എംപ്ലോയീസ് ഉണ്ടായിരിക്കും അല്ലെ. അങ്ങനെയുള്ളവരുടെ കൃത്യമായിട്ട് അവരുടെ പ്രകടന നിലവാരം നല്ല രീതിയിൽ അസസ് ചെയ്യണം അല്ലെ, വിലയിരുത്തണം, അതുപോലെ ഒബ്സർവ് ചെയ്യണം, അവരെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാം. ഇതൊക്കെ ഒരു ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്.
പിന്നെ നമ്മൾ പറഞ്ഞത് അറേഞ്ച് ഓൺ സൈറ്റ് ട്രെയിനിങ് ഫോർ ന്യൂ ആൻഡ് എക്സിസ്റ്റിംഗ് സ്റ്റാഫ് മെമ്പേഴ്സ് അല്ലെ. നിലവിലുള്ളതും അതുപോലെ തന്നെ എന്താണ് പുതുതായിട്ടുള്ള സ്റ്റാഫ് മെമ്പേഴ്സുകൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള ഓൺ സൈറ്റ് ട്രെയിനിങ്, അവർക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ അറേഞ്ച് ചെയ്യുക അല്ലെ. അവർക്ക് അന്ന് കൊടുക്കുക, എന്താ പറയാ ട്രെയിനിങ് കോഴ്സുകൾ കൊടുക്കുക അല്ലെ. അവർക്ക് ഈ ലാബുമായിട്ട് മാനേജ് ചെയ്യുന്ന ലാബിന്റെ പ്രവർത്തനങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങള് അതൊക്കെ അവർക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുക. ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയ പോയിന്റ് ഇതായിരുന്നു, ഡിസ്ചാർജ് അഡീഷണൽ ഡ്യൂട്ടീസ് ആസ് അസൈൻഡ് ഇൻ സപ്പോർട്ട് ഓഫ് ലബോറട്ടറി ഓപ്പറേഷൻ. അതായത് ലബോറട്ടറി പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അധിക ചുമതലകൾ നിർവഹിക്കുക. ഇവിടെ ഡിസ്ചാർജിന്റെ അർത്ഥം നിർവഹിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അതായത് ഇപ്പൊ ലാബിന്റെ പ്രവർത്തനങ്ങൾ പിന്തുണയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും അധിക ചുമതലകൾ വരുന്നുണ്ടെങ്കിൽ അത്തരം ചുമതലകൾ നിർവഹിക്കാനുള്ള ഉത്തരവാദിത്വം ആർക്ക് തന്നെയാണ്? ലാബ് മാനേജർക്ക്. ക്ലിയർ ആയോ? ഇത്രയും പോയിന്റുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇതുവരെ ഓക്കെ ആണോ നിങ്ങൾക്ക്? ഒന്ന് റെസ്പോണ്ട് ചെയ്തത് പ്ലീസ്. ഓക്കെ ആണോ? എന്താണ് ഉഷാറില്ലാതിരിക്കുന്നത്? ക്ലാസ് ബോറടിച്ചിട്ടാണോ? നമ്മള് രാവിലത്തെ ബാച്ചിലൊക്കെ കയറുമ്പോ എല്ലാവരും നല്ല എനർജറ്റിക് ആയിട്ട് ഇരിക്കണം കേട്ടോ. അറിയാലോ നമ്മുടെ ഇത് ഓഫ്ലൈൻ ക്ലാസ് അല്ല, ഓൺലൈൻ ക്ലാസ് ആണ്. നമ്മള് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നുണ്ടോ, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളതൊന്നും നമുക്കറിയാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പൊ അടുത്ത പോയിന്റുകൾ നമുക്ക് നോക്കാം കേട്ടോ. നെക്സ്റ്റ് പോയിന്റ് ഇതാണ്, എക്സ്റ്റെൻഡഡ് കസ്റ്റമർ സർവീസ് ടു ഇൻക്ലൂഡ് ഓൾ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ കസ്റ്റമേഴ്സ്. ഇവിടെ വായിക്കാം, എക്സ്റ്റെൻഡഡ് കസ്റ്റമർ സർവീസ് ടു ഇൻക്ലൂഡ് ഓൾ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ കസ്റ്റമേഴ്സ്. അതായത് ഈ ഒരു ലാബിന്റെ എല്ലാ ഇന്റേണൽ എക്സ്റ്റേണൽ കസ്റ്റമേഴ്സിനെയും ഉൾപ്പെടുന്ന രീതിയിൽ ഉപഭോക്തൃ സേവനങ്ങളെ വിപുലമാക്കുക. ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാബിന്റെ സേവനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഹോസ്പിറ്റലിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ പുറമേയുള്ള രോഗികളെയും കൂടെ ഉൾപ്പെടുത്തുന്ന രീതിയിൽ അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാല് ഉദ്ദേശിക്കുന്ന ഇത്രയുള്ള ലാബിന്റെ സേവനങ്ങളെ നല്ല രീതിയിൽ വിപുലമാക്കുക. അത് ഇന്റേണൽ കസ്റ്റമേഴ്സ് ആയിക്കോട്ടെ, ദാറ്റ് മീൻസ് വിത്തിൻ ദ ഹോസ്പിറ്റലിനകത്തുള്ള പേഷ്യൻസ് ആയിക്കോട്ടെ, പുറമേ നിന്നുള്ള പേഷ്യൻസ് ആയിക്കോട്ടെ, അങ്ങനെ ഇന്റേണൽ എക്സ്റ്റേണൽ ഉപഭോക്താക്കളെ വരെ ഉൾപ്പെടുത്തുന്ന രീതിയിൽ ലാബുകളുടെ സേവനങ്ങളെ എന്ത് ചെയ്യാം? എക്സ്റ്റെൻഡ് ചെയ്യാം അല്ലെ. എന്നുവെച്ചാൽ ലാബിന്റെ സേവനങ്ങൾ കുറെ കൂടെ വിപുലമാക്കുക അല്ലെ. അത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി. ലാബിന്റെ സേവനങ്ങൾ ആശുപത്രിയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ പുറമേയുള്ള കസ്റ്റമേഴ്സിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ ഈ ലാബിന്റെ ഉപഭോക്തൃ സേവനങ്ങളെ എന്ത് ചെയ്യുക? എക്സ്റ്റെൻഡ് ചെയ്യുക. ഓക്കെ, വിപുലമാക്കുക കേട്ടോ. അടുത്തത് ഇതാണ്, മേക്ക് ഷുവർ ദാറ്റ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ലബോറട്ടറി ഡാറ്റ ആൻഡ് അപ്രോപ്രിയേറ്റ് റിസൾട്ട് റിപ്പോർട്ടിംഗ്. ഇതാണ് മേക്ക് ഷുവർ ദാറ്റ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ലബോറട്ടറി ഡാറ്റ ആൻഡ് അപ്രോപ്രിയേറ്റ് റിസൾട്ട് റിപ്പോർട്ടിംഗ്. അതായത് നമ്മൾ ഈ പറയുന്ന ലബോറട്ടറി ഡാറ്റകളുടെ കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ ഉചിതമായിട്ടുള്ള ഒരു റിസൾട്ട് റിപ്പോർട്ടിംഗ് ഒക്കെ ഉറപ്പാക്കുക അല്ലെ. ലാബിന്റെ ലബോറട്ടറി ഡാറ്റയെ പറ്റിയിട്ട് ആളുകളുമായിട്ട്, മീൻസ് അവിടുത്തെ കസ്റ്റമേഴ്സ് ആയിട്ട് ശരിയായ രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അപ്രോപ്രിയേറ്റ് റിസൾട്ട് റിപ്പോർട്ടിംഗ് അല്ലെ, അതായത് ശരിയായ രീതിയിൽ അനുയോജ്യമായിട്ടുള്ള രീതിയിൽ റിസൾട്ട് റിപ്പോർട്ടിംഗ് മറ്റും നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക അല്ലെ. അതായത് ലാബിലെ ജസ്റ്റ് ടെസ്റ്റിംഗ് മാത്രം നടന്നാൽ പോരാ, ലബോറട്ടറി ഡാറ്റയെ പറ്റിയിട്ട് പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ കൊടുക്കണം. അവരായിട്ട് പ്രോപ്പർ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ അവരുടെ കൺസൾട്ടന്റ് പാത്തോളജിസ്റ്റുമായിട്ട് ശരിയായ രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. അതുപോലെ കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് റിപ്പോർട്ടിംഗ് ശരിയായ സമയത്ത് കൃത്യമായിട്ടുള്ള റിസൾട്ടും മറ്റും അവർ റിലീസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പാക്കേണ്ടതും ആരുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്? ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. മേക്ക് ഷുവർ ദാറ്റ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ലബോറട്ടറി ഡാറ്റ ആൻഡ് അപ്രോപ്രിയേറ്റ് റിസൾട്ട് റിപ്പോർട്ടിംഗ്. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കി, റിലീസ് ദ സാമ്പിൾസ് ടു ലബോറട്ടറി സ്റ്റാഫ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ഡ്യൂ ഡേറ്റ്സ് ആൻഡ് ടേൺ അറൌണ്ട് ടൈംസ്. അതാണ് റിലീസ് സാമ്പിൾസ് ടു ലബോറട്ടറി സ്റ്റാഫ് അല്ലെ. അതായത് ലബോറട്ടറി സ്റ്റാഫുകളിലേക്ക് ഈ പറയുന്ന സാമ്പിളുകൾ റിലീസ് ചെയ്യുക അല്ലെ. വരുന്ന സാമ്പിളുകൾ കൃത്യമായിട്ട് ലബോറട്ടറി സ്റ്റാഫുകൾക്ക് അടുത്തേക്ക് അവരുടെ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ലബോറട്ടറി സ്റ്റാഫുകളിലേക്ക് ഈ പറയുന്ന സാമ്പിളുകൾ റിലീസ് ചെയ്യുക. അതോടൊപ്പം തന്നെ കമ്മ്യൂണിക്കേറ്റ് ഡ്യൂ ഡേറ്റ് ആൻഡ് ടേൺ അറൌണ്ട് ടൈം അല്ലെ. അതായത് എന്താണ് ടേൺ അറൌണ്ട് ടൈം എന്ന് പറഞ്ഞാല് ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് ദ പ്രോസസ്
അല്ലെ. അതായത് ഒരു പ്രോസസ്സ് എന്തെങ്കിലും ഒരു കാര്യം പൂർത്തിയാക്കാനായിട്ട് എടുക്കുന്ന സമയമാണ് ടേൺ അറൗണ്ട് ടൈം. അപ്പോൾ നമ്മൾ ഈ സാമ്പിൾസുകൾ ലബോറട്ടറി സ്റ്റാഫുകൾക്ക് കൊടുക്കുക മാത്രമല്ല, അതിന്റെ റിസൾട്ട്, അതിന്റെ ടെസ്റ്റിംഗ് നടത്തി അതിന്റെ റിസൾട്ട് റിലീസ് ചെയ്യേണ്ട ആ ഒരു ഡ്യൂ ഡേറ്റ്, ആ ഒരു ടേൺ അറൗണ്ട് ടൈം കൂടെ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. തോന്നിയ സമയത്ത് റിസൾട്ട് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ, കൃത്യസമയത്ത് റിസൾട്ട് കൊടുക്കണം അല്ലെ. അപ്പൊ ഓരോ ടെസ്റ്റുകളുടെയും ആ ഒരു ഡ്യൂ ഡേറ്റ് എത്രയാണ്, അല്ലെങ്കിൽ ടേൺ അറൗണ്ട് ടൈം എന്താണെന്ന് വെച്ചാൽ അത് അവിടുത്തെ ജീവനക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ ആരുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്? ലബോറട്ടറി മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ് കേട്ടോ. അടുത്ത പോയിന്റ് ഇതാണ്, ഗൈഡ് ദ ഹാൻഡ്ലിംഗ് ആൻഡ് റെസൊല്യൂഷൻ ഓഫ് കോംപ്ലക്സ് ഇഷ്യൂസ് ആൻഡ് കംപ്ലൈന്റ്സ്. ഇതാണ് ഗൈഡ് ദ ഹാൻഡ്ലിംഗ് ആൻഡ് റെസൊല്യൂഷൻ ഓഫ് കോംപ്ലക്സ് ഇഷ്യൂസ് ആൻഡ് കംപ്ലൈന്റ്സ്. അതായത് ലാബ് സംബന്ധമായിട്ട് വരുന്ന വല്ല സങ്കീർണ പ്രശ്നങ്ങള്, പരാതികള്, അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ അതിന് വേണ്ട പരിഹാരങ്ങൾ കാണുക അല്ലെ. ഓക്കെ, മനസ്സിലായല്ലോ. ലബോറട്ടറിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങള്, പരാതികള്, അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുക, അത് പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളൊക്കെ കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെ ലാബ് മാനേജർ ചെയ്യുന്നതാണ് കേട്ടോ. അടുത്ത പോയിന്റ് ഇതാണ്. ഏതെങ്കിലും പോയിന്റുകൾ നിങ്ങൾക്ക് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യാം കേട്ടോ. ഏതെങ്കിലും പോയിന്റുകൾ നിങ്ങൾക്ക് ക്ലിയർ ആവാത്തതുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. അടുത്തത് ഇതാണ്, റെസ്പോൺസിബിൾ ഫോർ ഓൾ എംപ്ലോയീസ് ഹു ആർ വർക്കിംഗ് അറ്റ് ഓൾ ലാബ്സ് ഓൺ ഡിമാൻഡ് ഫെസിലിറ്റീസ്. ഇതാണ് റെസ്പോൺസിബിൾ ഫോർ ഓൾ എംപ്ലോയീസ് ഹു ആർ വർക്കിംഗ് അറ്റ് ഓൾ ലാബ്സ് ഓൺ ഡിമാൻഡ് ഫെസിലിറ്റീസ്. അതായത് ഈ പറയുന്ന ഓൺ ഡിമാൻഡ് ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ വേറൊന്നല്ല, വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള എന്താ പറയാ ലബോറട്ടറി സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത്. വെച്ചാൽ ആളുകളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച്, അവരുടെ നീഡ്സ്, അവരുടെ റിക്വയർമെന്റ്സിനനുസരിച്ച് കൊണ്ട് പെട്ടെന്ന് അവർക്ക് വേണ്ട ടെസ്റ്റ് നടത്തി അവർക്ക് റിസൾട്ടും മറ്റും കൊടുക്കാൻ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ടെസ്റ്റിങ്ങിന് എന്തെങ്കിലും ചേഞ്ചസോ മറ്റോ വരുത്തണമെങ്കിൽ അത് ഓൺ ഡിമാൻഡ് ആണെന്ന് വെച്ചാൽ ആളുകൾ ഡിമാൻഡ് ചെയ്യുന്നതിനനുസരിച്ച് അവരുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ റിക്വയർമെന്റ്സിനനുസരിച്ച് കൊണ്ട് ടെസ്റ്റുകളും മറ്റും ചെയ്തു കൊടുക്കുന്ന ഫെസിലിറ്റികൾ ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഓൺ ഡിമാൻഡ് ഫെസിലിറ്റികളില് അങ്ങനെ അത്തരം ലാബുകളിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ജീവനക്കാരുടെയും ഉത്തരവാദിത്തമാക്കാനുള്ളത് ലാബ് മാനേജർക്കാണ്. വെച്ചാൽ അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അവർക്ക് ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റികളൊക്കെ ഒരുക്കി കൊടുക്കേണ്ടത് ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ് കേട്ടോ. പിന്നെ പറയുന്നതാണ് എൻഷുവർ അഡ്ഹിയറൻസ് വിത്ത് ഫെഡറൽ, സ്റ്റേറ്റ് ആൻഡ് സിസ്റ്റം റെഗുലേഷൻസ് ടു പ്രൊവൈഡ് ദ ഓപ്പറേഷൻ. ഇതാണ് എൻഷുവർ അഡ്ഹിയറൻസ്. അഡ്ഹിയറൻസ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? പാലിക്കുക എന്നാണ് കേട്ടോ. ഇതാണ് പാലിക്കുക എന്നാണ് അർത്ഥം. അപ്പൊ നോക്കുക, ensure adherence with the federal, state and system regulations to provide the operation. അതായത് ഈ പറയുന്ന ലാബുകളിലെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നതിനായിട്ട് എല്ലാവിധ ഫെഡറൽ, സ്റ്റേറ്റ്, സിസ്റ്റം റെഗുലേഷൻസ്, അതായത് നമ്മുടെ കേന്ദ്ര സംസ്ഥാന നിയമങ്ങളൊക്കെ ഉണ്ടാവല്ലോ, ചട്ടങ്ങൾ, അതെല്ലാം കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക അല്ലെ. നമുക്കറിയാം ഒരു ലബോറട്ടറി എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ വേസ്റ്റ് ഡിസ്പോസൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ലബോറട്ടറിയുടെ പ്രവർത്തനങ്ങളായിക്കോട്ടെ അത് കൃത്യമായിട്ടുള്ള നിയമങ്ങൾക്ക് അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾക്ക്, അതൊക്കെ കേന്ദ്ര നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കും, സംസ്ഥാന നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കും, പ്രാദേശിക നിയന്ത്രണങ്ങൾ വരെ ഉണ്ടായിരിക്കും അല്ലെ. അതിനെല്ലാം അനുസൃതമായി കൊണ്ട് വേണം എന്ത് ചെയ്യാനായിട്ട് ഓരോ ലാബുകളും പ്രവർത്തിക്കാനായിട്ട്. അതാണ് അവിടെ പറയുന്നത്, ലാബില് ഒരു നല്ല സേവനങ്ങൾ, നല്ല പ്രവർത്തനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാവിധ ഫെഡറൽ എന്ന് വെച്ചാൽ കേന്ദ്ര നിയന്ത്രണങ്ങൾ, കേന്ദ്ര നിയമങ്ങളും മറ്റും ചട്ടങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, അതുപോലെ തന്നെ സ്റ്റേറ്റ് അല്ലെ സംസ്ഥാന സിസ്റ്റം നിയന്ത്രണങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം കേട്ടോ. ലാബിലെ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അതുപോലെ കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ കീപ്പ് ചെയ്യണം, അതിന് കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അനുസരിച്ച് വേണം പ്രവർത്തിക്കാനായിട്ട്. അപ്പൊ അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് അത് ഉറപ്പാക്കുക കേട്ടോ. അടുത്ത പോയിന്റ് ഇതാണ്, അഷ്വർ കംപ്ലൈന്റ്സ് വിത്ത് ഓൾ കോർപ്പറേറ്റ് പോളിസി പ്രൊസീജിയേഴ്സ് ഇൻ ദ ലബോറട്ടറി കേട്ടോ. ഇതേപോലെ തന്നെയുള്ള ഒരു പോയിന്റ് തന്നെയാണ് അഷ്വർ കംപ്ലൈന്റ്സ്. ഈ കംപ്ലൈന്റ്സിന്റെ അർത്ഥം പാലിക്കുക എന്നാണ് കേട്ടോ. കംപ്ലൈന്റ്സ് വിത്ത് ഓൾ കോർപ്പറേറ്റ് പോളിസി പ്രൊസീജിയേഴ്സ് ഇൻ ദ ലബോറട്ടറി. അതുപോലെ തന്നെ നമ്മുടെ ലബോറട്ടറിയിൽ എല്ലാവിധ കോർപ്പറേറ്റ് നയങ്ങളും നടപടിക്രമങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. എന്നുവെച്ചൊരു ലാബ് പ്രവർത്തിക്കുന്ന ആ ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ ആ ഒരു ലാബ് ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള കൃത്യമായിട്ടുള്ള പോളിസികളും പ്രൊസീജിയറുകളും അവിടെ ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഈ ലാബ് സംബന്ധമായിട്ടുള്ള എല്ലാവിധ കോർപ്പറേറ്റ് നയങ്ങളും നടപടിക്രമങ്ങളും അവർ പാലിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർ നടപ്പിലാക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അടുത്തത്, enlarge the lab's research portfolio by helping to develop new research projects and proposals.
അതാണ് പറയുന്നത് enlarge the lab's research portfolio by helping to develop new research projects and proposals. പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും പേപ്പർ വർക്കുകളാണ് കേട്ടോ പോർട്ട്ഫോളിയോ. അതായത് നമ്മളിപ്പോ ഒരു ലാബിനെ സംബന്ധിക്കുകയാണെങ്കിൽ പുതിയ പുതിയ റിസർച്ച് പ്രോജക്റ്റുകൾ, അതായത് പുതിയ ഗവേഷണ പദ്ധതികള് പ്രോജക്റ്റുകളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വികസിപ്പിക്കാൻ സഹായിക്കുന്നതിലൂടെ ഒരു ലാബിന്റെ റിസർച്ച് പോർട്ട്ഫോളിയോ കുറേ കൂടെ എന്താക്കുക എൻലാർജ് ചെയ്യും. എന്ന് പറഞ്ഞാല് നമ്മൾ ലാബിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് പുതിയ പുതിയ പ്രോജക്റ്റുകൾ, റിസർച്ച് പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ റിസർച്ച് എന്താ പറയാ പ്രപ്പോസൽസുകളൊക്കെ നടപ്പിലാക്കാം. അപ്പൊ അതൊക്കെ നടപ്പിലാക്കുന്നത് വഴിയായിട്ട് നമുക്ക് ആ ഒരു ലാബിന്റെ ക്രെഡിബിലിറ്റി കൂട്ടാനായിട്ട് സാധിക്കും അല്ലെ. എന്ന് വെച്ചാൽ ഒരു ലാബ് ഇന്ന കാര്യങ്ങൾ ചെയ്ത് ഇങ്ങനെ റിസർച്ചുകൾ അവർ കണ്ടക്ട് ചെയ്യുന്നു, അതിലൂടെ പല കാര്യങ്ങൾ അവർ കണ്ടെത്തുന്നു. അതൊക്കെ എന്ന് പറയുമ്പോൾ ആ ഒരു ലാബിനെ സംബന്ധിച്ച് അവരുടെ ആ ഒരു പോർട്ട്ഫോളിയോ കുറെ കൂടെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കും. എന്ന് വെച്ചാൽ പോർട്ട്ഫോളിയോ എന്ന് പറയുമ്പോൾ അവരുടെ ആ ലാബിന്റെ ക്രെഡിബിലിറ്റിയെ സംബന്ധിക്കുന്ന കാര്യങ്ങള് അല്ലെങ്കിൽ ആ ലാബിന്റെ സേവനങ്ങളെ പറ്റി, ക്വാളിറ്റിയെ പറ്റിയിട്ടൊക്കെ പറയുന്ന പേപ്പർ വർക്കുകളും കാര്യങ്ങളുമാണ്. അപ്പൊ അത്തരത്തിലുള്ള റിസർച്ച് പോർട്ട്ഫോളിയോ കുറെ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻലാർജ് ചെയ്യാനായിട്ട് പറ്റും. അത് ലാബിന്റെ സേവനങ്ങൾ കുറെ കൂടെ എന്താണ് ക്വാളിറ്റി ഉള്ളതാകും, ആളുകളിലേക്ക് ലാബിന്റെ സേവനങ്ങളെ കൂടുതൽ എത്തിക്കുന്നതിനും അത് സഹായിക്കും കേട്ടോ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പുതിയ പ്രോജക്റ്റുകൾ, ഗവേഷണ പദ്ധതികള്, പ്രോജക്റ്റുകളൊക്കെ വികസിപ്പിക്കാൻ സഹായിക്കുന്നതിലൂടെ ഒരു ലാബിന്റെ ഗവേഷണ പോർട്ട്ഫോളിയോ കുറെ കൂടെ എന്താണ് എൻലാർജ് ചെയ്യുക, കുറെ കൂടെ അതിന് വലുപ്പമുള്ള കുറച്ചും കൂടെ വിപുലമാക്കുക കേട്ടോ. അടുത്ത പോയിന്റ് ഇതാണ്, സെറ്റ് ആൻഡ് കീപ് all laboratory records in accordance with the specifications. ഒന്നുകൂടി ശ്രദ്ധിക്കുക, set up and keep all laboratory records in accordance with the specifications. അതായത് നമ്മുടെ ലാബിനകത്തുള്ള എല്ലാ ലബോറട്ടറി റെക്കോർഡുകളും സ്പെസിഫിക്കേഷന് അനുസൃതമായിക്കൊണ്ട് കൃത്യമായിട്ട് സജ്ജീകരിച്ച് സൂക്ഷിച്ചു വെക്കുക. ഒന്നുകൂടെ പറയാം, അതായത് എല്ലാ ലബോറട്ടറി റെക്കോർഡുകളും അല്ലെ, എല്ലാ ലബോറട്ടറി റെക്കോർഡുകളും സ്പെസിഫിക്കേഷനുകൾ അനുസരിച്ച് കൊണ്ട് തന്നെ കൃത്യമായിട്ട് സജ്ജീകരിച്ച് കീപ്പ് ചെയ്ത് വെക്കുക, സൂക്ഷിച്ചു വെക്കുക. എന്താണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. നമ്മൾ കുറെ ലബോറട്ടറി റെക്കോർഡുകൾ പഠിച്ചില്ലേ കഴിഞ്ഞതിന്റെ മുമ്പത്തെ ക്ലാസ്സിൽ. നമ്മള് ലബോറട്ടറി റെക്കോർഡ്സ് എന്ന് പറഞ്ഞ ഒരു ലബോറട്ടറി റെക്കോർഡ്സിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിരുന്നു. റിക്വസ്റ്റ് ഫോം, റിസൾട്ട് ആൻഡ് കോപ്പീസ് ഓഫ് റിപ്പോർട്ട്സ്, ഇൻസ്ട്രുമെന്റ് പ്രിന്റ് ഔട്ട്, ലബോറട്ടറി രജിസ്ട്രേഷൻ അല്ലെ, ഇങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് റെക്കോർഡുകൾ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. ലബോറട്ടറി റെക്കോർഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ധാരാളം റിപ്പോർട്ടുകൾ ഉൾപ്പെടുന്നതാണ്. അപ്പോ ഇത്തരം ലബോറട്ടറി റെക്കോർഡുകൾ എല്ലാം തന്നെ കൃത്യമായിട്ട് സ്പെസിഫിക്കേഷൻ അനുസരിച്ച്, ഇപ്പൊ നോക്കി നമ്മളിപ്പോ ഒരു ലൈബ്രറി പോവാണെന്ന് വെച്ചാൽ നമ്മളൊരു ലൈബ്രറി പോകുന്ന സമയത്ത് ലൈബ്രറിയിൽ എങ്ങനെയാണ് എല്ലാം ഇങ്ങനെ സ്പെസിഫൈ ചെയ്താണ് വെക്കുന്നത് അല്ലെ. ഇപ്പൊ നോവൽസ് ഒരു ഭാഗത്ത്, അല്ലെങ്കിൽ കവിതകൾ ഒരു ഭാഗത്ത്, അല്ലെങ്കിൽ കഥാസമാഹാരങ്ങൾ ഒരു ഭാഗത്ത്, അങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്താണ് വെക്കുക അല്ലെ. അപ്പൊ എന്നതുപോലെ നമ്മുടെ എല്ലാ ലബോറട്ടറി റെക്കോർഡുകളും, ഇപ്പൊ ലബോറട്ടറി റെക്കോർഡിൽ സ്റ്റോക്ക് കാർഡ്സ്, സപ്ലൈ കാർഡ് വരുന്നത്, സ്റ്റോക്ക് കാർഡ് സപ്ലൈ കാർഡും ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ ക്വാളിറ്റി കൺട്രോൾ റെക്കോർഡ്സ് ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ ലബോറട്ടറി രജിസ്റ്ററുകൾ ഒരു സ്ഥലത്ത്, അങ്ങനെ ഓരോന്നിനും സ്പെസിഫിക്കേഷന് അനുസൃതമായിക്കൊണ്ട് എല്ലാവിധ ലബോറട്ടറി റെക്കോർഡുകളും കൃത്യമായിട്ട് സജ്ജീകരിച്ച് സൂക്ഷിച്ചു വെക്കുക. അപ്പൊ നമുക്കത് എടുക്കാനും ഒക്കെ എളുപ്പമായിരിക്കും അല്ലെ. അങ്ങനെ ലബോറട്ടറി റെക്കോർഡുകൾ നമുക്ക് റിട്രീവ് ചെയ്യാനൊക്കെ അത് വളരെയധികം എളുപ്പമായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ആരുടെ ഉത്തരവാദിത്തത്തിൽ വരുന്നതാണ്, ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി വരുന്നത്. അടുത്ത പോയിന്റ് ഇതാണ്, മേക്ക് ഷുവർ ദാറ്റ് സപ്ലൈസ് ആർ അവൈലബിൾ ആസ് നീഡഡ് ഫോർ ദ ലാബ് സെഷൻ. എന്താണ് മേക്ക് ഷുവർ ദാറ്റ് സപ്ലൈസ് ആർ അവൈലബിൾ ആസ് നീഡഡ് ഫോർ ദ ലാബ് സെഷൻസ്. ഓരോ ലാബ് സെഷൻസിനും ആവശ്യമായിട്ടുള്ള എല്ലാവിധ സപ്ലൈസുകളും നമ്മൾ ലഭ്യമാകുന്നത് ഉറപ്പാക്കുക. നമ്മൾ തുടക്കം തന്നെ ലബോറട്ടറിയിൽ കുറച്ച് ഫങ്ഷണൽ ഡിവിഷൻസ് ഒക്കെ പഠിച്ചിരുന്നു അല്ലെ. ക്ലിനിക്കൽ പാത്തോളജി ലബോറട്ടറി, അല്ലെങ്കിൽ മൈക്രോബയോളജി അല്ലെ, ബയോ കെമിസ്ട്രി, ഇതൊക്കെ എന്താണ് ഓരോരോ ലാബ് സെഷൻസ് ആണ്. ഇപ്പൊ ഒരു ക്ലിനിക്കൽ പാത്തോളജി ലബോറട്ടറിക്ക് വേണ്ട സപ്ലൈസ് ആയിരിക്കില്ല ഒരു മൈക്രോബയോളജി ലാബിന് ആവശ്യം, അല്ലെങ്കിൽ ഒരു മൈക്രോബയോളജി ലാബിന് ആവശ്യമായിട്ടുള്ള എന്താ പറയാ സപ്ലൈസുകൾ ആയിരിക്കില്ല ഒരു ബയോ കെമിസ്ട്രി ലാബിനകത്ത് ആവശ്യമാണ്, അല്ലെങ്കിൽ അവിടെ ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ് ആയിരിക്കില്ല ഒരു ബ്ലഡ് ബാങ്കിനകത്ത് ആവശ്യം. അപ്പൊ ഓരോ ലാബ് സെഷൻസിനും അവർക്ക് ആവശ്യമായിട്ടുള്ള സപ്ലൈസുകൾ അത് കൃത്യമായിട്ട് അവിടെ ലഭ്യമാകുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നത് മാത്രം ഉത്തരവാദിത്തമാണ് ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, അടുത്തത് സജസ്റ്റ് ദ മെഷേഴ്സ് ടു എൻഹാൻസ് ടെസ്റ്റിംഗ് പ്രൊസീജിയേഴ്സ്, യൂസ് ഓഫ് എക്യുപ്മെന്റ് ആൻഡ് നീഡ്സ് ഫോർ ദ ന്യൂ എക്യുപ്മെന്റ്. അതാണ് പറയുന്നത് സജസ്റ്റ് ദ മെഷേഴ്സ് ടു എൻഹാൻസ് ടെസ്റ്റിംഗ് പ്രൊസീജിയേഴ്സ്, യൂസ് ഓഫ് എക്യുപ്മെന്റ്
and the needs for the new equipment. അതായത് നമ്മൾ ഈ ലാബിൽ നടക്കുന്ന ടെസ്റ്റിംഗ് പ്രൊസീജിയറുകള് അല്ലെ, ടെസ്റ്റിംഗ് നടപടിക്രമങ്ങള്, അതുപോലെ തന്നെ എക്യുപ്മെന്റുകളുടെ ഉപയോഗം, പുതിയ എക്യുപ്മെന്റുകളുടെ ആവശ്യകത, ഇതെല്ലാം തന്നെ വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ സജസ്റ്റ് ചെയ്യാം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ലാബിന്റെ സേവനങ്ങൾ വിപുലമാക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെ. എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ ടെസ്റ്റിംഗ് പ്രൊസീജിയറുകൾ കൊണ്ടുവരാനും, പുതിയ എക്യുപ്മെന്റുകൾ ഉപയോഗപ്പെടുത്താനും, അതുപോലെ പുതിയ എക്യുപ്മെന്റുകളുടെ ആവശ്യകതകളൊക്കെ എന്താണ് വർദ്ധിപ്പിക്കുന്നതിനായിട്ടുള്ള എന്താ പറയാ മാർഗനിർദ്ദേശങ്ങളൊക്കെ സജസ്റ്റ് ചെയ്യുന്നത് ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അടുത്തത് മോണിറ്റർ, അനലൈസ് ആൻഡ് ജസ്റ്റിഫൈ എക്സ്പെൻസ് ആൻഡ് റവന്യൂ വിത്തിൻ ഡിപ്പാർട്ട്മെന്റ്. ഇതാണ് മോണിറ്റർ, അനലൈസ് ആൻഡ് ജസ്റ്റിഫൈ എക്സ്പെൻസ് ആൻഡ് റവന്യൂ വിത്തിൻ ഡിപ്പാർട്ട്മെന്റ്സ്. അതായത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റുകൾക്കുള്ളിൽ ലബോറട്ടറി ആണ് നമ്മൾ പഠിക്കുന്നത്. ആ ഒരു ഡിപ്പാർട്ട്മെന്റിനകത്ത് വരുന്ന അവർക്ക് വരുന്ന റവന്യൂ, അവരുടെ വരുമാനം, അവരുടെ എക്സ്പെൻസ്, അവർക്ക് എന്തൊക്കെ ചെലവുകൾ വരുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക, കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്ത് അനലൈസ് ചെയ്ത് അത് ജസ്റ്റിഫൈ ചെയ്യാനൊക്കെ ആരുടെ ഉത്തരവാദിത്തത്തിൽ വരുന്നതാണ് ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി. ക്ലിയർ ആയോ പറഞ്ഞത്? കുറച്ച് ബോറടിക്കുന്ന പോയിന്റുകളാണ് കേട്ടോ അതൊക്കെ. നമുക്ക് കേട്ടിരിക്കാൻ വലിയ രസമൊന്നും ഉണ്ടായിരിക്കില്ല, എങ്കിലും നമ്മളൊരു 18ഓളം പോയിന്റുകൾ പഠിച്ചു കേട്ടോ. ഒരു ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പോയിന്റുകളൊക്കെ തന്നിട്ട് താഴെ തന്നിരിക്കുന്നത് ഒരു ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയിൽ ഉൾപ്പെടുന്നത് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, എന്തൊക്കെ പോയിന്റുകളാണ് നമ്മൾ പറഞ്ഞത്? ലബോറട്ടറിയുടെ ക്വാളിറ്റി മാനേജ്മെന്റ് പ്രോഗ്രാമുകൾക്ക് വേണ്ട രൂപരേഖ തയ്യാറാക്കി അത് നല്ല രീതിയിൽ നടപ്പിലാക്കുക, അതിന് പ്രവർത്തിക്കുക. അതുപോലെ ആവശ്യമുള്ള സാഹചര്യത്തില് മെഡിക്കൽ സ്റ്റാഫുകൾ, നഴ്സിംഗ് സ്റ്റാഫുകളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ലബോറട്ടറി സംബന്ധമായിട്ടുള്ള കൃത്യമായിട്ടുള്ള പോളിസികൾ, പ്രൊസീജിയറുകൾ നടപ്പിലാക്കുക. പിന്നെ ലാബിൽ പ്രവർത്തിക്കുന്ന ടെക്നിക്കൽ എംപ്ലോയീസ് ആയിക്കോട്ടെ, ജനറൽ എംപ്ലോയീസ് ആയിക്കോട്ടെ, അവരുടെ പ്രകടനം കൃത്യമായിട്ട് വിലയിരുത്തുക, അത് അനലൈസ് ചെയ്യുക, ഒബ്സർവ് ചെയ്യുക. അതുപോലെ നിലവിലുള്ള സ്റ്റാഫുകൾക്കും പുതുതായിട്ട് വന്നിട്ടുള്ള സ്റ്റാഫുകൾക്കും അവർക്ക് ആവശ്യമായിട്ടുള്ള പരിശീലന പരിപാടികൾ അറേഞ്ച് ചെയ്യുക. പിന്നെ ലബോറട്ടറിയുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടത്തുന്നതിനായിട്ട് ഉള്ള അധിക ചുമതലകൾ നിർവഹിക്കാറുണ്ട് ലാബ് മാനേജർക്കാണ്. അതുപോലെ നമ്മുടെ ആ ഒരു ഹോസ്പിറ്റലിനകത്തും പുറത്തുമുള്ള എല്ലാ കസ്റ്റമേഴ്സിനും ഉൾപ്പെടുന്ന രീതിയിൽ ഉപഭോക്തൃ സേവനങ്ങൾ കുറെ കൂടെ വിപുലമാക്കുക. അതുപോലെ ശരിയായ രീതിയിൽ ലബോറട്ടറി ഡാറ്റ കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ റിസൾട്ട് റിപ്പോർട്ടിങ്ങും നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ലാബ് സ്റ്റാഫുകൾക്ക് സാമ്പിളുകൾ റിലീസ് ചെയ്ത് അതിന്റെ ഡ്യൂ ഡേറ്റുകൾ, ടേൺ അറൗണ്ട് ടൈമുകളൊക്കെ അതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ലാബ് സംബന്ധമായിട്ട് വരുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങള് അല്ലെങ്കിൽ പരാതികള് അതൊക്കെ നല്ല രീതിയിൽ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുക, അതിനൊക്കെ പരിഹാരങ്ങൾ കാണുക. പിന്നെ ഒരു ഓൺ ഡിമാൻഡ് ഫെസിലിറ്റി പോലെ എല്ലാ ലാബുകളിലും വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ പൂർണ്ണമായിട്ട് ഉത്തരവാദിത്തം ലാബ് മാനേജർക്കാണുള്ളത്. പിന്നെ ലബോറട്ടറിയിലെ സേവനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എല്ലാവിധ കേന്ദ്ര സംസ്ഥാന നിയന്ത്രണങ്ങളും കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ ലാബിനകത്ത് ഹോസ്പിറ്റലിന്റേതായ എല്ലാ കോർപ്പറേറ്റ് പോളിസി പ്രൊസീജിയറുകളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പിന്നെ പുതിയ പ്രോജക്റ്റുകൾ, പുതിയ പദ്ധതികൾ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ലാബിന്റെ ആ ഒരു റിസർച്ച് പോർട്ട്ഫോളിയോ കുറെ കൂടെ എന്ത് ചെയ്യുക, എൻലാർജ് ചെയ്യുക. പിന്നെ ഈ ലാബിനകത്ത് എല്ലാ ലബോറട്ടറി റെക്കോർഡുകളും സ്പെസിഫിക്കേഷൻ അനുസൃതമായിക്കൊണ്ട് തന്നെ കൃത്യമായിട്ട് സജ്ജീകരിച്ച് സൂക്ഷിച്ചു വെക്കുക. പിന്നെ ഓരോ ലാബ് സെഷൻസിനും അവർക്ക് ആവശ്യമായിട്ടുള്ള സപ്ലൈസുകൾ അവൈലബിൾ ആകുന്നത്, ലഭ്യമാകുന്നത് നോക്കുക. പിന്നെ ഈ പറയുന്ന പോലെ ഒരു ലാബിന്റെ ടെസ്റ്റിംഗ് പ്രൊസീജിയറുകള് അല്ലെങ്കിൽ എക്യുപ്മെന്റ്സുകളുടെ ഉപയോഗത്തെ നല്ല രീതിയിൽ വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മെഷേഴ്സുകൾ സജസ്റ്റ് ചെയ്യുക. പിന്നെ ആ ഒരു ലബോറട്ടറിയിലേക്ക് വരുന്ന റവന്യൂ വരുമാനം, അവരുടെ എക്സ്പെൻസുകൾ അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് അനലൈസ് ചെയ്യുക എന്നതും ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഇത്രയും പോയിന്റുകൾ ഏതെങ്കിലും പോയിന്റുകൾ നമുക്ക് മനസ്സിലാക്കുന്നുണ്ടോ? ഓക്കെ ആണോ? ഈ പോയിന്റുകൾ നിങ്ങൾ ജസ്റ്റ് വായിക്കാമോ? 18 പോയിന്റുകളാണ് പഠിച്ചത്. 18 പോയിന്റുകളും ജസ്റ്റ് ഒന്ന് വായിക്കട്ടെ. ഒരു 2 മിനിറ്റ്സ് തരാം. 2 മിനിറ്റ് ഒന്ന് വായിക്കാം. കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ.
വായിച്ചോ നിങ്ങള്? വായിച്ചോ? ഓക്കെ ആണ്. അപ്പോ ഇതോട് കൂടിയിട്ട് നമ്മുടെ ലബോറട്ടറി എന്ന് പറയുന്ന ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ക്ലിയർ ആണോ ആ ചാപ്റ്റർ? ഓക്കെ അല്ലേ നിങ്ങൾക്ക്? അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ ലാബ് എന്താണെന്ന് പറഞ്ഞു, പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അതുപോലെ ഫങ്ഷണൽ ഡിവിഷൻസ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഫങ്ഷണൽ ഡിവിഷൻസ്, ക്ലിനിക്കൽ പാത്തോളജി, ഇതിനകത്ത് വരുന്നത് എന്തൊക്കെയാണ്? സൈറ്റോളജി, അതുപോലെ ഹിസ്റ്റോളജി, അതുപോലെ പാരസൈറ്റോളജി, മൈക്കോളജി, ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. അതുപോലെ എന്താണ് ബയോ കെമിസ്ട്രി, യൂറിനാലിസിസ്, ബ്ലഡ് ബാങ്ക്, അങ്ങനെ നമ്മൾ 5 ഫങ്ഷണൽ ഡിവിഷൻസ് കണ്ടിരുന്നു. പിന്നെ നമ്മളൊരു നല്ല ലാബിന് വേണ്ട സൗകര്യങ്ങൾ എന്തൊക്കെയാണ് അത് നമ്മൾ പഠിച്ചിരുന്നു. പിന്നെ നമ്മൾ NABL ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ കണ്ടിരുന്നു. അത് നമ്മൾ ഓരോ ദിവസം പെർ ഡേ നമ്മൾ കളക്ട് ചെയ്യുന്ന ആ സ്പെസിമെന്റിന്റെ എണ്ണത്തിനനുസരിച്ച് കൊണ്ടാണ് നമ്മൾ ആ ഒരു ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. സ്മോൾ സൈസിന്റെ ലാബുകൾ ഇല്ലേ, ലാർജ് സൈസില് ഓരോ ദിവസവും പെർ ഡേ കളക്ട് ചെയ്യുന്ന ആ സ്പെസിമെന്റിന്റെ എണ്ണത്തിനനുസരിച്ചാണ്. അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ ഒരു ലാബിനകത്ത് നമ്മൾ എടുക്കേണ്ട സുരക്ഷാ മുൻകരുതലുകൾ എന്തൊക്കെയാണ്, ആ സയൻസ് ഒക്കെ നോക്കി വെക്കണം കേട്ടോ. സിമ്പലുകൾ നോക്കി വെക്കണം. ഏതെങ്കിലും ഒരു സിമ്പൽ തന്നിട്ട് നിങ്ങളോട് ചോദിക്കും ഇത് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് ചോദിക്കും കേട്ടോ. അപ്പൊ അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ പ്രിപ്പൊസിഷൻ ഫോം ആരാണ് ഫിൽ ചെയ്യുന്നത്? അതൊരു ഫിസിഷ്യൻ ആണ്. പിന്നെ ഒരു ലാബ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത്, പിന്നെ ഒരു ലബോറട്ടറി റെക്കോർഡുകളിൽ ഉൾപ്പെടുന്ന ഫോമുകൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കണം. അതോടൊപ്പം ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി. അങ്ങനെയാണെങ്കിൽ നമുക്ക് പുതിയൊരു ചാപ്റ്റർ തുടങ്ങണ്ടേ? സ്റ്റാർട്ട് ചെയ്യാലോ? പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യട്ടെ? എന്താണ് നിങ്ങൾക്കൊരു ഉഷാറില്ലാത്തത്? ഉഷാറായിട്ട് പറയേ, ഇങ്ങനെ മിണ്ടാതിരിക്കല്ലേ. എനിക്ക് എന്തൊരു ബോറിംഗ് ആണെന്നറിയാമോ നിങ്ങൾ ഇങ്ങനെ മിണ്ടാതിരിക്കുമ്പോ? എന്താണ് രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ചില്ലേ? നിങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടല്ലേ ഇരിക്കുന്നേ? ഓക്കെ, നല്ല കുറേ കൂടെ നല്ല എനർജറ്റിക് ആവണം. എല്ലാ ബാച്ചിലെ കുട്ടികൾ അങ്ങനെയാണ് കേട്ടോ. നിങ്ങളിങ്ങനെ അതിങ്ങനെ വിഷമിച്ചിരിക്കരുത്. നമുക്ക് എന്താ പറയാ, രാവിലെ ഒക്കെ വരുമ്പോ ഉഷാറാവണം. നമുക്ക് ചോദിക്കണേനൊക്കെ നല്ല എന്താ പറയാ ആൻസർ പറയണം കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും രസം ഉണ്ടാവും ക്ലാസ് എടുക്കാൻ? ആലോചിച്ച് നോക്കിയേ, ഭയങ്കര ബോറിംഗ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് പുതിയൊരു ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ചാപ്റ്ററിന്റെ പേര് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. ഇതാണ് മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് കേട്ടോ. മാലിന്യ സംസ്കരണത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? തുടങ്ങല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം തന്നെ മാലിന്യ സംസ്കരണത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത് കേട്ടോ. സ്പില്ലേജ് വേസ്റ്റ്, മാലിന്യ സംസ്കരണത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത്. നമുക്കറിയാം ഹോസ്പിറ്റൽ എന്നൊക്കെ പറയുമ്പോൾ അവിടെ ധാരാളം വേസ്റ്റുകൾ വരാൻ ചാൻസ് ഉള്ള ഒരു സ്ഥലമാണ് അല്ലെ. പ്രത്യേകിച്ച് ബയോമെഡിക്കൽ വേസ്റ്റുകള്, പിന്നെ ലബോറട്ടറി വേസ്റ്റുകള്, പാത്തോളജി വേസ്റ്റുകള്. മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് കേട്ടോ. അപ്പം പേജ് നമ്പർ ഒന്ന് മെൻഷൻ ചെയ്തോളൂ കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ആ പേജ് നമ്പർ എത്രയാന്ന് വെച്ചാൽ ഒന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും എടുത്തു വെക്കാൻ സൗകര്യമായിരിക്കും. ഓക്കെ, 79 ആണ് കേട്ടോ. അത് എടുത്തോളൂ. നിങ്ങളുടെ ചാപ്റ്റർ 13 കേട്ടോ. പഴയ PDF ആണ്, അതുകൊണ്ടാണ് അതിന് ചാപ്റ്റർ 31ാമത്തെ ചാപ്റ്റർ ആയിട്ടൊക്കെ എടുക്കുന്നത് കേട്ടോ. നിങ്ങളുടെ നോക്കിയാൽ മതി. അപ്പൊ നമുക്കറിയാം ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് വളരെയധികം മാലിന്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് അല്ലെ. പ്രത്യേകിച്ച് എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റുകള്, പാത്തോളജിക്കൽ വേസ്റ്റുകള്, ലബോറട്ടറി വേസ്റ്റുകള്, ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റുകള്, ന്യൂക്ലിയർ മെഡിസിൻ വേസ്റ്റുകൾ, അങ്ങനെ ഒരുപാട് വേസ്റ്റുകൾ വരാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് എന്ത് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ശരിയായ രീതിയിൽ ഇത്തരം മാലിന്യങ്ങൾ നമ്മൾ ഡിസ്പോസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മാനേജ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് എന്താണ് രോഗികൾക്ക് മാത്രമല്ല അവിടെയുള്ള ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനും അതുപോലെ എന്തിനു പറയുന്നത് നമ്മുടെ പരിസ്ഥിതിയെ വരുന്നത് വളരെയധികം മോശമായിട്ട് ബാധിക്കും അല്ലെ. ഏറ്റവും പ്രധാനപ്പെട്ട അങ്ങനെയുള്ള വേസ്റ്റുകളാണ് അവിടെ നിന്ന് വരുന്നത് അല്ലെ. എന്ന് വെച്ചാൽ നമ്മളുടെ എന്താ പറയാ അസുഖത്തിന്, നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന്
അല്ലെങ്കിൽ നമ്മുടെ പരിസ്ഥിതിയെ വരെ വളരെ മോശമായിട്ട് ബാധിക്കുന്ന ഇഫക്റ്റുകളാണ് ഇത്തരം വേസ്റ്റുകൾ മൂലം ഉണ്ടാവുന്നത് കേട്ടോ. അപ്പൊ ഇത്തരം വേസ്റ്റുകൾ ശരിയായിട്ടുള്ള രീതിയിൽ മാനേജ് ചെയ്യാന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോ അങ്ങനെയുള്ള ഒരു സ്പില്ലേജ് വേസ്റ്റ് മാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ ആണ് നമ്മളിവിടെ പഠിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് വായിക്കാം. എളുപ്പമുള്ള ചാപ്റ്റർ ആണ് കേട്ടോ. അതൊക്കെ കുറെയൊക്കെ നമുക്ക് അറിയാവുന്ന കുറെ കാര്യങ്ങളാണ്. അപ്പൊ ജസ്റ്റ് നോക്കാം. ഇൻട്രൊഡക്ഷൻ നമുക്ക് വായിക്കാം. എനി ഐറ്റം or material that has spilled or leaked from its designated container or place is referred to as a spillage waste. Underline ചെയ്ത് വെച്ചോട്ടോ. എന്താണ് സ്പില്ലേജ് വേസ്റ്റ് എന്നാണ് അവിടെ പറയുന്നത്. എന്താണ്? എനി ഐറ്റം ഓർ മെറ്റീരിയൽ ദാറ്റ് ഹാസ് സ്പിൽഡ് ഓർ ലീക്ഡ് ഫ്രം ഇറ്റ്സ് ഡെസിഗ്നേറ്റഡ് കണ്ടെയ്നർ ഓർ പ്ലേസ് ഈസ് റെഫേർഡ് ടു ആസ് എ സ്പില്ലേജ് വേസ്റ്റ്. അണ്ടർലൈൻ ചെയ്തിരിക്കുക. എന്താണ് സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏതെങ്കിലും ഒരു ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ, ഏതെങ്കിലും ഒരു ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ഒരു പാത്രമാവാം, അല്ലെങ്കിൽ ഒരു കണ്ടെയ്നർ ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിശ്ചിത സ്ഥലത്ത് നിന്ന് ഒഴുകുന്നതോ ചോരുന്നതോ ആയിട്ടുള്ള ഏതൊരു വസ്തുവിനെ നമുക്ക് എന്തായിട്ട് പറയാം? സ്പില്ലേജ് വേസ്റ്റ് ആയിട്ട് പറയാം അല്ലെ. ചോർച്ചാ മാലിന്യങ്ങൾ എന്ന് പറയും അല്ലെ. ഇത്തരം മാലിന്യങ്ങൾ എന്ത് ചെയ്യാണ്? സ്പില്ലാവാണ് അല്ലെ. അതായത് ഏതെങ്കിലും ഒരു ഡെസിഗ്നേറ്റഡ് കണ്ടെയ്നറിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിശ്ചിത സ്ഥലത്ത് നിന്നോ ഒഴുകുന്നതോ ചോരുന്നതോ ആയിട്ടുള്ള ഏതൊരു വസ്തുവിനെയും നമുക്ക് എന്തായിട്ട് കണക്കാക്കാം? സ്പില്ലേജ് വേസ്റ്റ് ആയിട്ട് കണക്കാക്കാം കേട്ടോ. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ഇനി മെറ്റീരിയൽ or item that has spilled or leaked from its designated container or place is referred to as a spillage waste. Okay, underline ചെയ്ത് വെക്കാം. അടുത്തത് നോക്കിയേ. ഹോസ്പിറ്റൽസ്, ലബോറട്ടറീസ്, ഇൻഡസ്ട്രിയൽ ഫെസിലിറ്റീസ് ആൻഡ് homes are just a few places where this kind of garbage can be found. നമുക്കറിയാം ഹോസ്പിറ്റലുകള്, ലബോറട്ടറികള്, ഇൻഡസ്ട്രിയൽ ഫെസിലിറ്റികള്, അതുപോലെ തന്നെ നമ്മുടെ വീടുകള്, ഇതെല്ലാം തന്നെ ഇത്തരത്തിലുള്ള എന്താണ് വേസ്റ്റുകൾ, ഇത്തരത്തിലുള്ള ഗാർബേജസ് അല്ലെ, വേസ്റ്റുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. ഹോസ്പിറ്റൽ മാത്രമല്ല അല്ലെ, ഇപ്പൊ നമ്മുടെ ലബോറട്ടറി എന്തുമാത്രം വേസ്റ്റുകൾ വരുന്ന സ്ഥലമാണ് അല്ലെ ലബോറട്ടറി. അതുപോലെ നമ്മുടെ വീടുകളായി കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള ധാരാളം വേസ്റ്റുകൾ ഉണ്ടാവുന്ന ചില സ്ഥലങ്ങളാണ് അല്ലെ. ഓക്കെ, അപ്പൊ നോക്കൂ, സ്പില്ലേജ് വേസ്റ്റ് എന്നാണ് കേട്ടോ. ഇവിടെ സ്പെല്ലിംഗ് തെറ്റിയിട്ടുണ്ട്, വേസ്റ്റ് എന്നാണ് കേട്ടോ. സ്പില്ലേജ് വേസ്റ്റ് in hospital may consist of blood, body fluids, chemicals or other potentially dangerous substances. നമ്മൾ ഇനി ഹോസ്പിറ്റലിനെ ബേസ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ ഒരു ഹോസ്പിറ്റലിന്റെ സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്? ബ്ലഡ് ഉണ്ടായിരിക്കും അല്ലെ, ബ്ലഡ്, അതുപോലെ തന്നെ ബോഡി ഫ്ലൂയിഡ്സ് അല്ലെ, മറ്റുള്ള ശരീരദ്രവങ്ങള്, കെമിക്കൽസ് ആൻഡ് റിയേജൻസ്, നമ്മൾ ഉപയോഗിക്കുന്ന ചില രാസവസ്തുക്കള്, അതുപോലെ പൊട്ടൻഷ്യലി ഡേഞ്ചറസ് സബ്സ്റ്റൻസ് അല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാവുന്ന എല്ലാ അപകടകരമായിട്ടുള്ള വസ്തുക്കളും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഹോസ്പിറ്റലിന്റെ സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? ബ്ലഡ് ഉണ്ടാവും, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ബോഡി ഫ്ലൂയിഡ്സുകൾ ഉണ്ടായിരിക്കും, മറ്റുള്ള കെമിക്കൽസ് ഓർ റിയേജൻസ്, നമ്മുടെ ലാബ് ടെസ്റ്റിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന കെമിക്കൽസുകൾ, റിയേജൻസുകൾ ഉണ്ടായിരിക്കും. അതുപോലെ പൊട്ടൻഷ്യലി ഡേഞ്ചറസ് ആയിട്ടുള്ള സബ്സ്റ്റൻസസുകൾ ഉണ്ടായിരിക്കും അല്ലെ. നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും ഹാനികരമാകുന്ന, അപകടകരമാവുന്ന വസ്തുക്കളെല്ലാം അടങ്ങുന്നതാണ് ഹോസ്പിറ്റലിന്റെ സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കാം. Genuine management of leakage waste is important to protect the health and protection of people and the environment. കേട്ടോ, ചുരുക്കി പറഞ്ഞാല് നമ്മളുടെ ആരോഗ്യം അല്ലെ, ആളുകളുടെ ആരോഗ്യം, നമ്മുടെ പരിസ്ഥിതി, അവയൊക്കെ സംരക്ഷിക്കുന്നതിനായിട്ട് ഇത്തരം വേസ്റ്റുകൾ ശരിയായ രീതിയിൽ നമ്മൾ മാനേജ് ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ, ഇതൊന്നും ശരിയല്ലാത്ത രീതിയിലാണ് നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത്. അതിന്റെ കോൺസിക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലുതായിരിക്കും കേട്ടോ. അതായത് നമ്മുടെ ആരോഗ്യത്തിന് അത് മോശമായിട്ട് ബാധിക്കും. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ പരിസ്ഥിതിയെ പോലും അത് വളരെയധികം എന്താണ് മോശമായിട്ട് തന്നെ ബാധിക്കും കേട്ടോ. ഓക്കെ, ഇനി നോക്കാം. In hospitals, leakage waste can cause a risk of infection to healthcare workers and patients, as well as the prospectus for the spread of disease. അപ്പൊ പൊതുവെ ഈ ഹോസ്പിറ്റലുകളില് ഇത്തരം ലീക്കേജ് വേസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള റിസ്കുകളുണ്ട്. പ്രത്യേകിച്ച് ഇൻഫെക്ഷൻ പോലെയുള്ള റിസ്ക്, ഇൻഫെക്ഷൻസ് വരുന്ന അണുബാധ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് രോഗികൾക്ക് മാത്രമാണോ? അല്ല, അവരെ പരിചരിക്കുന്ന ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് വരെ എന്താണ് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. അത് മാത്രമല്ല, അണുബാധകൾ സ്പ്രെഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലെ. സ്പ്രെഡ് ഓഫ് ഡിസീസ്, അതായത് ഈ അസുഖങ്ങൾ വ്യാപിക്കുന്നതിന് അത് കാരണമാകുന്നുണ്ട്. ഓക്കെ, ഇനി നോക്കാം. Besides, dangerous leakage waste can threaten the environment
is not managed in a proper manner. അപ്പോൾ നമ്മൾ ശരിയായ രീതിയിൽ ഇത്തരം വേസ്റ്റുകൾ മാനേജ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പരിസ്ഥിതിയെ പോലും വളരെയധികം എന്താണ് പ്രതികൂലമായിട്ട് ബാധിക്കും. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അത് തന്നെയാണ് കേട്ടോ. To successfully manage leakage waste in hospitals, it is necessary to have a leakage response plan in place. അപ്പോ നമുക്ക് ഇത്തരത്തിലുള്ള ലീക്കേജ് വേസ്റ്റുകൾ നല്ല രീതിയിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് മാനേജ് ചെയ്യുന്നതിനായിട്ട് ആദ്യം തന്നെ എന്തുണ്ടാവണം, അതിന് ശരി കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ ഫോളോ ചെയ്യണം അല്ലെ. എന്തൊക്കെ നടപടിക്രമങ്ങളാണ്? ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞത് ഇറ്റ് ഈസ് നെസസറി ടു ഹാവ് എ ലീക്കേജ് റെസ്പോൺസ് പ്ലാൻ ഇൻ പ്ലേസ് അല്ലെ. അതായത് ഒരു കൃത്യമായിട്ടുള്ള ലീക്കേജ് റെസ്പോൺസ് പ്ലാൻ അവിടെ ഉണ്ടായിരിക്കണം. വേണ്ടേ? ഒരു കൃത്യമായിട്ടുള്ള ഒരു ലീക്കേജ് റെസ്പോൺസ് പ്ലാനുകൾ അവിടെ ഉണ്ടായിരിക്കണം. കാരണം ഇതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്, തോന്നിയ രീതിയിലല്ല ചെയ്യേണ്ടത്. അതിന് കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ തന്നെ ഉണ്ടായിരിക്കണം അല്ലെ. അപ്പൊ അതിനായിട്ട് ഒരു ലീക്കേജ് റെസ്പോൺസ് പ്ലാൻ അവിടെ ഉണ്ടായിരിക്കണം. അതുണ്ടായാൽ മാത്രം മതിയോ? പോരാ. പിന്നെ എന്തും കൂടെ വേണം? പ്രൊവൈഡ് ആൻ അപ്രോപ്രിയേറ്റ് എക്വിപ്മെന്റ് ഫോർ ദ ലീക്കേജ് റെസ്പോൺസ് കേട്ടോ. അതുപോലെ ഇത്തരം ലീക്കേജ് റെസ്പോൺസിന് ആവശ്യമായിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എക്വിപ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യണം അല്ലെ. ലീക്കേജ് റെസ്പോൺസിന് ആവശ്യമായിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള എക്വിപ്മെന്റ്സുകൾ പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ ട്രെയിൻ സ്റ്റാഫ് ഓൺ ലീക്കേജ് റെസ്പോൺസ് പ്രൊസീജിയേഴ്സ്. ഇത്തരം ലീക്കേജ് റെസ്പോൺസ് നടപടിക്രമങ്ങൾക്കായിട്ട് സ്റ്റാഫുകൾക്ക് വേണ്ടത്ര പരിശീലനങ്ങൾ പ്രൊവൈഡ് ചെയ്യണം അല്ലെ. ട്രെയിൻ സ്റ്റാഫ് ഓൺ ലീക്കേജ് റെസ്പോൺസ് പ്രൊസീജിയേഴ്സ്. ഇത്തരം റെസ്പോൺസ് പ്രൊസീജിയേഴ്സിനായിട്ട് കൃത്യമായിട്ട് സ്റ്റാഫുകൾക്ക് പരിശീലനം ചെയ്യണം. അതുപോലെ യൂസ് ആക്ട് കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ് കേട്ടോ. നിയന്ത്രണ വസ്തുക്കൾ ഉപയോഗിക്കണം അല്ലെ. ചില എന്താ പറയാ ഡിസ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചില എന്താ പറയാ എക്യുപ്മെന്റ്സുകൾ നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പോട്ടിൽ തന്നെ നമുക്ക് അതിനെ സംസ്കരിച്ച് കളയുന്നതിനായിട്ടുള്ള കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽ, ഉചിതമായിട്ടുള്ള കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ് ഉപയോഗപ്പെടുത്തണം. ആൻഡ് പ്രോപ്പർലി ഡിസ്കാർഡ് ദ വേസ്റ്റ് ഇൻ അക്കോർഡൻസ് വിത്ത് ലോക്കൽ റെഗുലേഷൻസ് ആൻഡ് ഹോസ്പിറ്റൽ പോളിസീസ്. അത് മാത്രമല്ല കൃത്യമായിട്ടുള്ള പ്രാദേശിക നയങ്ങൾക്ക് അനുസൃതമായിക്കൊണ്ട് തന്നെ വേസ്റ്റുകൾ എന്ത് ചെയ്തിരിക്കണം? ഡിസ്പോസ് ചെയ്തിരിക്കണം. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? അപ്പൊ ശരിക്കും പറഞ്ഞാല് ഈ ഒരു വേസ്റ്റുകൾ മാനേജ് ചെയ്യാനായിട്ട് നമുക്കൊരു കൃത്യമായിട്ടുള്ള റെസ്പോൺസ് പ്ലാൻ അവിടെ ഉണ്ടായിരിക്കണം. ഈ റെസ്പോൺസ് പ്ലാനിനനുസരിച്ച് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റുകൾ സ്റ്റാഫുകൾക്ക് പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ അനുയോജ്യമായിട്ടുള്ള നിയന്ത്രണ വസ്തുക്കൾ ഉപയോഗിക്കണം. പിന്നെ ആശുപത്രി ചട്ടങ്ങൾക്കും റൂൾസ് ആൻഡ് റെഗുലേഷൻസിനും അനുസൃതമായിക്കൊണ്ട് വേണം ഓരോ വേസ്റ്റുകളും ഡിസ്പോസ് ചെയ്യാനായിട്ട്. ഈ രീതിയിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇത്തരം വേസ്റ്റുകൾ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ എന്താണ് സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു എന്താ പറയാ ഒരു ഡെസിഗ്നേറ്റഡ് കണ്ടെയ്നർ അല്ലെങ്കിൽ ഡെസിഗ്നേറ്റഡ് ഏരിയയിൽ നിന്നും ചോരുന്നതോ ഒഴുകുന്നതോ ആയിട്ടുള്ള ഏതൊരു വസ്തുക്കളെയും നമുക്ക് സ്പില്ലേജ് വേസ്റ്റ് ആയിട്ട് കണക്കാക്കാം കേട്ടോ. അപ്പൊ സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുന്നത് ശരിയായ രീതിയിൽ മാനേജ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ആരോഗ്യത്തിനെയും പരിസ്ഥിതിയെയും വളരെ മോശമായിട്ട് തന്നെ ബാധിക്കും. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് റിസ്ക് ആൻഡ് ഹസാർഡ്സ് അസോസിയേറ്റഡ് വിത്ത് സ്പില്ലേജ് വേസ്റ്റ് കേട്ടോ. ഇത്തരം സ്പില്ലേജ് വേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റിസ്കുകള്, ഹസാർഡ്സുകള് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, റിസ്ക് ആൻഡ് ഹസാർഡ്സ് അസോസിയേറ്റഡ് വിത്ത് സ്പില്ലേജ് വേസ്റ്റ് കേട്ടോ. സ്പില്ലേജ് വേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റിസ്കുകള് അല്ലെങ്കിൽ ഹസാർഡ്സുകള് അല്ലെ, അപകടങ്ങള് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നോക്കൂ. Here are some of the risk and hazards associated with the spillage waste കേട്ടോ. സ്പില്ലേജ് വേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില റിസ്കുകൾ, ഹസാർഡ്സുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അത് ഏകദേശം ഒരു 6 പോയിന്റുകളോളം നമുക്ക് പഠിക്കാനുണ്ട്. 6 പോയിന്റുകൾ പഠിക്കാനുണ്ട്. പോയിന്റുകൾ മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ഇൻഫെക്ഷൻ. അതൊരു റിസ്ക് ആണ് അല്ലെ. ഇൻഫെക്ഷൻ, പിന്നെ കെമിക്കൽ എക്സ്പോഷർ, ഇഞ്ചുറി, റേഡിയേഷൻ എക്സ്പോഷർ, എൻവിറോൺമെന്റൽ പൊല്യൂഷൻ, അതുപോലെ ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, എന്തൊക്കെയാണ് പോയിന്റുകൾ? ഏതൊക്കെയാണ്? സ്പില്ലേജ് വേസ്റ്റുകൾ മൂലം ഉണ്ടാകുന്ന റിസ്കുകള് അല്ലെങ്കിൽ ഹസാർഡ്സുകളാണ് ഈ പറഞ്ഞത്. എന്തൊക്കെയാണ്? ഇൻഫെക്ഷൻ, കെമിക്കൽ എക്സ്പോഷർ, ഇഞ്ചുറി, റേഡിയേഷൻ എക്സ്പോഷർ, എൻവിറോൺമെന്റൽ പൊല്യൂഷൻ, ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി. ക്ലിയർ ആയോ? ഇനി ഓരോന്ന് എന്താണ് നമുക്ക് നോക്കാം കേട്ടോ. ഫസ്റ്റ് വരുന്നത് എന്താണ്? ഇൻഫെക്ഷൻ ആണ്, അണുബാധയാണ്. എന്താണ് അതിനകത്ത് പറയുന്നത്? ലീക്കേജ് ഓഫ് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് that can spread transmittable diseases such as HIV, hepatitis B and C, and other blood-borne pathogens.
അല്ലെ? ശരിയാണ് അല്ലെ? നമുക്കറിയാം പ്രത്യേകിച്ച് ഈ ബ്ലഡ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സുകളൊക്കെ ലീക്കേജ് വന്നു കഴിഞ്ഞാൽ അത് പല വിധത്തിലുള്ള അസുഖങ്ങളെ എന്ത് ചെയ്യുന്നു? ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് കാരണമാകും. പ്രത്യേകിച്ച് HIV പോലെയുള്ള അസുഖങ്ങൾ അല്ലെ? നമ്മളിപ്പോ ലാബിലൊക്കെ ആകുമ്പോൾ നമുക്കറിയാം ഒരുപാട് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസുമായിട്ടാണ് നമ്മൾ അവിടെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ ഇത്തരം ബോഡി അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സുകളെ ബ്ലഡിന്റെ ഒക്കെ ലീക്കേജ് വന്നു കഴിഞ്ഞാൽ അത് പല വിധത്തിലുള്ള ട്രാൻസ്മിറ്റബിൾ ഡിസീസ് കാരണമാകും. പ്രത്യേകിച്ച് HIV അല്ലെ? ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ്, എയ്ഡ്സ് പോലുള്ള അസുഖങ്ങള്, ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി. ഹെപ്പറ്റൈറ്റിസ് ബി, സി എന്നൊക്കെ പറയുന്നത് എന്താണ്? ഇത്തരത്തിലുള്ള നമ്മൾ ഓൾറെഡി ബ്ലഡ് ബാങ്കിനകത്ത് പറഞ്ഞതാണ് അല്ലെ? അതായത് ഈ പറയുന്ന ബോഡി ഫ്ലൂയിഡ്സിലൂടെ ഒക്കെ വരുന്ന അസുഖങ്ങളാണ് കേട്ടോ. അതുപോലെ മറ്റുള്ള ബ്ലഡ് ബോൺ പാത്തോജൻസ്, ബ്ലഡിലൂടെ കലർന്ന മറ്റു പല അണുബാധകളും അത് കാരണമാകും കേട്ടോ. ഹെൽത്ത് കെയർ സ്റ്റാഫ് ആൻഡ് പേഷ്യൻസ് who engage with these polluted items are at risk of getting sick. അപ്പോൾ ഈ പറയുന്ന ഇത്തരത്തിലുള്ള പൊല്യൂട്ടഡ് ഐറ്റംസുകളുമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്കും പേഷ്യൻസിനും അസുഖം വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പൊ ഒന്നാമത്തെ റിസ്ക് ആണെന്ത്? ഇൻഫെക്ഷൻ ഉള്ള റിസ്ക് അവിടെ കൂടുതലാണ്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് വരുന്നത് കെമിക്കൽ എക്സ്പോഷർ ആണ് കേട്ടോ. കെമിക്കൽ എക്സ്പോഷർ എന്താണ് ഉദ്ദേശിക്കുന്നത്? ലീക്കേജ് ഓഫ് കെമിക്കൽസ് that can expose healthcare staff and patients to the toxic substances. അല്ലെ? ഇപ്പൊ നമുക്കറിയാം നമ്മൾ ലാബുകളിലൊക്കെ ഉപയോഗിക്കുന്ന ടെസ്റ്റിങ്ങിനും മറ്റുമായിട്ടൊക്കെ നമ്മൾ ഒരുപാട് കെമിക്കൽസുകൾ, റിയേജന്റുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? അപ്പോ ഇത്തരത്തിലുള്ള കെമിക്കൽസിനൊക്കെ ലീക്കേജ് സംഭവിക്കുകയാണെങ്കിൽ അത് ഈ പറയുന്ന ആരോഗ്യ പ്രവർത്തകർക്കും രോഗികൾക്കും എന്താണ്? വളരെ ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസുകളുമായിട്ട് എന്താണ്? ഇടപെടാനായിട്ട് ഇടവരും അല്ലെ? ഇത്തരം കെമിക്കൽസ് ഒക്കെ ലീക്കേജ് വന്നു കഴിഞ്ഞാൽ ഇതുമായിട്ട് ഇടപെടുന്ന ഹെൽത്ത് കെയർ ആരോഗ്യ പ്രവർത്തകരായിക്കോട്ടെ, പേഷ്യൻസ് ആയിക്കോട്ടെ, അവർക്കൊക്കെ വളരെയധികം ഒരു ടോക്സിക് ആയിട്ടുള്ള ഇഫക്റ്റ് ആയിട്ട് അവർക്ക് ഉണ്ടായിരിക്കുക അല്ലെ? അത് മാത്രമല്ല, വിച്ച് ക്യാൻ ലീഡ് ടു സ്കിൻ ഇറിറ്റേഷൻ. അത് എന്തിന് കാരണമാകുന്നു? സ്കിൻ ഇറിറ്റേഷന് കാരണമാകുന്നു. അവർക്ക് സ്കിൻ സംബന്ധമായിട്ട് പ്രശ്നങ്ങൾ വരുന്നു. അതുപോലെ റെസ്പിറേറ്ററി പ്രോബ്ലംസ്, ശ്വസന സംബന്ധമായ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, ഓർ അതർ ഹെൽത്ത് ഇഷ്യൂസ്. അതിനെ തുടർന്ന് മറ്റു പല ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് അത് നയിക്കുന്നുണ്ട്. ശരിയല്ലേ പറഞ്ഞത്? അപ്പൊ കെമിക്കൽ എക്സ്പോഷർ രണ്ടാമത്തെ പോയിന്റ് ആണ് കേട്ടോ. മൂന്നാമത്തെയാണിത് ഇഞ്ചുറി ആണ് അല്ലെ? ഇഞ്ചുറി, മുറിവുകൾ സംഭവിക്കാം. അതെന്താ ഉദ്ദേശിക്കുന്നത്? ലീക്കേജ് ഓഫ് ഷാർപ്സ് can endanger both the healthcare staff and patients, increasing the risk of puncture wounds and the possibility of blood-borne pathogens. അത് മാത്രമല്ല, ഷാർപ്പ് ഒബ്ജക്റ്റുകൾ ഉണ്ടാകും, സിറിഞ്ചുകള്, മറ്റേ നൈഫ്സ് പോലുള്ള ഷാർപ്പ് ഒബ്ജക്ട്സുകളൊക്കെ ലീക്കേജ് വന്നു കഴിഞ്ഞാൽ, അത്തരം ഷാർപ്പ് ഒബ്ജക്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാല്, ലീക്കേജ് വന്നു കഴിഞ്ഞാല് എന്ത് സംഭവിക്കാണ്? ഇത്തരം ഹെൽത്ത് കെയർ സ്റ്റാഫുകളുടെ പേഷ്യൻസിന് അത് മുറിവുണ്ടാക്കും അല്ലെ? അവരുടെ ദേഹത്ത് അല്ലെങ്കിൽ അവരുടെ പങ്ക്ചർ ആവാൻ, ദാറ്റ് മീൻസ് എന്തെങ്കിലും മുറിവുകൾ ഉണ്ടാവാനും ആ മുറിവുകളിലൂടെ പല വിധത്തിലുള്ള രോഗാണുക്കൾ അവരുടെ ശരീരത്തിലേക്ക് കയറാനും കാരണമാകും അല്ലെ? അപ്പൊ ഇത്തരത്തിലുള്ള ഷാർപ്പ് ഒബ്ജക്റ്റുകളൊക്കെ നമ്മൾ കൃത്യമായിട്ട് വേണം ഡിസ്പോസ് ചെയ്യാൻ. അത് തോന്നിയ രീതിയിൽ നമ്മളത് ശരിയായ രീതിയിൽ മാനേജ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ആളുകൾക്ക് ഭയങ്കര അപകടം ഉണ്ടാക്കും അല്ലെ? ഇത്തരം സാധനങ്ങൾ കയ്യോ കാലോ മുറിയാൻ കാരണമാകും. മുറിവ് സംഭവിച്ചാൽ അതിലൂടെ മറ്റു പല ഇൻഫെക്ഷൻസും ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കും. അങ്ങനെയൊക്കെ ഒരുപാട് ഇഷ്യൂസുകൾ ഉണ്ടാവും. ഇഞ്ചുറിയാണ് മൂന്നാമത്തെ പോയിന്റ് കേട്ടോ. നാലാമത്തെ പോയിന്റ് പറയുന്നത് റേഡിയേഷൻ എക്സ്പോഷർ ആണ് കേട്ടോ. റേഡിയേഷൻ എക്സ്പോഷർ അതായത് ലീക്കേജ് ഓഫ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് that can expose the healthcare workers and patients to ionizing radiation, which can cause radiation illness, cancer or other health issues. That is leakage of radioactive materials can expose the healthcare workers and patients to ionizing radiation, which can cause radiation illness, cancer or other health issues. ഇനി നമ്മൾ ഈ ഉപയോഗിക്കുന്ന റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ്, പ്രത്യേകിച്ച് നമ്മൾ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ന്യൂക്ലിയർ മെഡിസിൻ വിഭാഗത്തിലൊക്കെ ഉപയോഗിക്കുന്ന റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയലുകളാണ് അല്ലെ? അപ്പൊ ഇത്തരം റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലുകളുടെ ലീക്കേജ് എന്ന് പറയുന്നത് അത് ആരോഗ്യ പ്രവർത്തകരെയും പേഷ്യൻസിനെയും ഒരുപാട് അയനൈസിംഗ് റേഡിയേഷൻസിന് വിധേയമാക്കും. അവർക്ക് ഒരുപാട് അവരുടെ ശരീരത്തിലേക്ക് റേഡിയേഷൻസ് വരുന്നതിന് അത് വിധേയമാക്കും അല്ലെ? അതെന്ത് കാര്യമാണ്? റേഡിയേഷൻ റേഡിയേഷൻ മൂലം പലതരത്തിലുള്ള അസുഖങ്ങൾ അവർക്ക്, ക്യാൻസർ പോലെയുള്ള മറ്റുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരാനായിട്ട് വഴിയുണ്ട് അല്ലെ? അപ്പൊ അതും വളരെയധികം ശ്രദ്ധിക്കണം അല്ലെ? അടുത്തതാണ് ഇത്, ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. നെക്സ്റ്റ് അഞ്ചാമത്തെ പോയിന്റ് ആണ് എൻവിയോൺമെന്റൽ പൊല്യൂഷൻ അല്ലെ? അതായത് പരിസ്ഥിതിയിലെ മലിനീകരണം, മാലിന്യങ്ങൾ ഉണ്ടാകുന്നത് പരിസ്ഥിതി മലിനീകരണത്തിന് കാരണമാകുന്നു അല്ലെ? എന്താ നോക്കാം നമുക്ക്? ലീക്കേജ് ഓഫ് ഡേഞ്ചറസ് മെറ്റീരിയൽസ്
that can contaminate the environment, including the soil, water and air. അല്ലെ നമ്മുടെ സോയിൽ അല്ലെ മണ്ണ് അല്ലെങ്കിൽ വായു വെള്ളം ഇതൊക്കെ അടങ്ങുന്ന നമ്മുടെ എൻവയോൺമെന്റിനെ കൂടുതൽ കണ്ടാമിനേറ്റ് ആക്കുന്നതിന് എന്ത് കാരണമാകുന്നുണ്ട്? ഇത്തരത്തിലുള്ള ഡേഞ്ചറസ് മെറ്റീരിയൽസുകളുടെ ലീക്കേജ് കാരണമാകുന്നുണ്ട് അല്ലെ. നമ്മൾ പറഞ്ഞു പരിസ്ഥിതിക്ക് വരെ അത് പ്രതികൂലമായിട്ട് കാണാം. മാത്രമല്ല this pollution can cause a long-term result on human health and the environment. ഇത്തരം പൊല്യൂഷൻ, ഇത്തരം മലിനീകരണം എന്ന് പറയുന്നത് അതെന്താണ്? നമ്മുടെ മനുഷ്യരുടെ ആരോഗ്യത്തിനായാലും നമ്മുടെ പരിസ്ഥിതിയിലായാലും ദീർഘകാല പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുമെന്നാണ് പറയുന്നത് കേട്ടോ. കാര്യം നമ്മുടെ എൻവയോൺമെന്റ് മോശമാവാന്ന് പറയുമ്പോൾ നമ്മളെ മനുഷ്യര് മാത്രമല്ല, എല്ലാ പക്ഷിമൃഗാദികളും ഉൾപ്പെടുന്ന നമ്മുടെ പരിസ്ഥിതിക്ക് അത് വളരെ മോശമായിട്ട് കാണുന്നു അല്ലെ. അതിന്റെ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടൈം ഇഫക്റ്റ് അല്ല, ലോങ് ടൈം ഇഫക്റ്റ് ആയിരിക്കും അതിന് ഉണ്ടായിരിക്കും കേട്ടോ. അതാണ് എൻവയോൺമെന്റ് പൊല്യൂഷന് കാരണമാകുന്നത്. ആറാമത്തെ പോയിന്റ് ഇതാണ്, ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി. ശരിക്കും റെസ്പോൺസിബിലിറ്റി എന്നല്ല വരുന്നത്, ലയബിലിറ്റി എന്നാണ് വരുന്നത്, ബാധ്യതയാണ് കേട്ടോ. ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റിക്കാണ് കൂടുതൽ എഫക്ട് ഇല്ല, പക്ഷെ അവിടെ ഉദ്ദേശിക്കുന്ന ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ ലയബിലിറ്റിക്ക് കാരണമാകും, പക്ഷെ ബാധ്യതയ്ക്ക് കാരണമാകുന്നത്. അതായത് ഇൻഅപ്രോപ്രിയേറ്റ് ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ ഓഫ് ലീക്കേജ് വേസ്റ്റ് ദാറ്റ് മേ കോസ്റ്റ് ഇൻ ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ ലയബിലിറ്റി ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. അതായത് നമ്മൾ ഇത്തരത്തിലുള്ള എന്താ പറയാ ഹോസ്പിറ്റൽ മാലിന്യങ്ങള് നമ്മളൊരു ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തില്ല, ഡിസ്പോസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് മറ്റു പല ലീഗൽ പ്രോബ്ലംസിന് ഇടവരുത്തും. നമ്മൾ ഓൾറെഡി ലാബൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് അല്ലെ, കൃത്യമായിട്ടുള്ള കേന്ദ്ര സംസ്ഥാന പ്രാദേശിക ചട്ടങ്ങൾക്ക് അനുസൃതമായിട്ട് വേണം നമ്മൾ ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യേണ്ട. അതിന് കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് കേട്ടോ. ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ വയലേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ ഡിസ്പോസ് ചെയ്യുന്നതെങ്കിൽ അത് ലീഗൽ ആയിട്ടുള്ള പല പ്രോബ്ലംസിന് ഇടവരുത്തും. ലീഗൽ പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ കുറെ നഷ്ടപരിഹാരം കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ കുറെ ലയബിലിറ്റി നമുക്ക് വരും, ഫിനാൻഷ്യൽ ലയബിലിറ്റി അതിനെ തുടർന്ന് വരും, സാമ്പത്തിക നഷ്ടം ഉണ്ടാവും. എന്തെങ്കിലും റൂൾസ് ആൻഡ് റെഗുലേഷൻ വയലേറ്റ് ചെയ്ത് നമ്മൾ ന്യൂസിലൊക്കെ കണ്ടിട്ടില്ലേ, ആശുപത്രി മാലിന്യങ്ങൾ ഡിസ്പോസ് ചെയ്തു അല്ലെ, അടുത്തുള്ള കുളത്തിൽ കൊണ്ട് ആശുപത്രി മാലിന്യങ്ങൾ ഡിസ്പോസ് ചെയ്യുന്നു. അപ്പൊ അതുമൂലം അവിടെ ചുറ്റും വസിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ട് വരും. അതൊക്കെ വലിയ വലിയ എന്താണ് തെറ്റുകളാണ് അല്ലെ, വലിയ പ്രോബ്ലംസ് ആണ്. ലീഗൽ ഇഷ്യൂസിന് ഇട വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിന്റെ എന്താ പറയാ ലൈസൻസ് വരെ പോകും. അത് മാത്രമല്ല വലിയ തുകയൊക്കെ നഷ്ടപരിഹാരം കൊടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ലയബിലിറ്റി അതിലേക്ക് വരും. അതാണ് അവിടെ ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നല്ല അവിടെ വരുന്നത്, ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ ലയബിലിറ്റി എന്നാണ് അവിടെ. ഓക്കെ, ക്ലിയർ ആയി പറഞ്ഞത്? ഓക്കെ ആണോ? ഇത്രയും റിസ്കുകളാണ് അവിടെ സാധ്യതയുള്ളത്. അപ്പൊ വില്ലേജ് വേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റിസ്കുകള്, ഹസാർഡ്സുകള് എന്തൊക്കെയാണെന്നാണ് നമ്മൾ പഠിച്ചത്. ഇതൊക്കെയാണൊന്ന് ഇൻഫെക്ഷൻ, രണ്ടാമത്തത് കെമിക്കൽ എക്സ്പോഷർ, മൂന്നാമത്തത് ഇഞ്ചുറി, നാലാമത്തത് റേഡിയേഷൻ എക്സ്പോഷർ, അഞ്ചാമത്തത് എൻവയോൺമെന്റൽ പൊല്യൂഷൻ, ആൻഡ് സിക്സ്ത് വൺ ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ ലയബിലിറ്റി. ലയബിലിറ്റി എന്നുള്ള വേർഡാണ് അവിടെ കറക്റ്റ് ആണ്, ബാധ്യത വരുന്നത്. ഓക്കെ, ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തത് എളുപ്പമല്ലേ, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് സോഴ്സസ് ഓഫ് ലീക്കേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ കേട്ടോ. ഇനി നമ്മൾ ഹോസ്പിറ്റലില് ഇത്തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റുകൾ ഉണ്ടാകുന്ന സോഴ്സുകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ സോഴ്സുകളിൽ നിന്നുമാണ് ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ ഉണ്ടാവുന്നത് കേട്ടോ. അത് പോയിന്റ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. ലീക്കേജ് വേസ്റ്റ് ക്യാൻ കം ഫ്രം സെവറൽ സോഴ്സസ് ഇൻ ഹോസ്പിറ്റൽസ്. Here are some examples of possible sources of leakage waste in hospital. നോക്കൂ, 6 എണ്ണം തന്നെയാണ് ഇവിടെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തത് മെഡിക്കൽ പ്രൊസീജിയേഴ്സ് അല്ലെ, മെഡിക്കൽ പ്രൊസീജിയേഴ്സിൽ നിന്നും എന്തുണ്ടാവുന്നുണ്ട്, വേസ്റ്റുകൾ വരുന്നുണ്ട് അല്ലെ, മെഡിക്കൽ പ്രൊസീജിയേഴ്സ്. പിന്നെ ലബോറട്ടറി ടെസ്റ്റിംഗ്, ലാബിൽ നിന്ന് ഇഷ്ടംപോലെ വേസ്റ്റുകൾ വരും അല്ലെ, ലബോറട്ടറി ടെസ്റ്റിംഗ്. പിന്നെ പേഷ്യന്റ് കെയർ അല്ലെ, രോഗിക്ക് കൊടുക്കുന്ന പരിചരണത്തിന്റെ ഭാഗമായിട്ട് വേസ്റ്റുകൾ വരാം. അതുപോലെ ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ ഓഫ് മെഡിക്കൽ വേസ്റ്റ്, maintenance and repair of medical equipment, and spills in the course of transport. ഇതൊക്കെ സോഴ്സുകളാണ്. മെഡിക്കൽ പ്രൊസീജിയേഴ്സ്, ലബോറട്ടറി ടെസ്റ്റിങ്ങുകൾ, പേഷ്യന്റ് കെയർ, ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ ഓഫ് മെഡിക്കൽ വേസ്റ്റ്, മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ ഓഫ് മെഡിക്കൽ എക്യുപ്മെന്റ്, സ്പിൽസ് ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്പോർട്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് പഠിക്കുന്ന സോഴ്സുകൾ. ഇത്തരം സോഴ്സുകളിൽ നിന്നുമാണ് സ്പില്ലേജ് വേസ്റ്റുകൾ ഹോസ്പിറ്റലിൽ ഉണ്ടാവുന്നത് കേട്ടോ. ഇനി ഓരോന്ന് എന്താന്നുള്ളത് ഫസ്റ്റ് നോക്കൂ. മെഡിക്കൽ പ്രൊസീജിയേഴ്സ് എന്താണ് പറയുന്നത്? ഡ്യൂറിംഗ് സർജറീസ്, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആൻഡ് ഡയാലിസിസ്, there is a risk of leakage of blood and body fluids കേട്ടോ.
അപ്പൊ മെഡിക്കൽ പ്രൊസീജിയർ പ്രധാനമായിട്ട് സർജറി ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചില ബോഡി പാർട്സുകൾ ഓർഗൻസുകളൊക്കെ റിമൂവ് ചെയ്യും അല്ലെ, ടിഷ്യൂസ് മറ്റൊക്കെ നമ്മൾ റിമൂവ് ചെയ്യും അത്തരം സർജറികളുടെ ഭാഗമായിട്ട്. പിന്നെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ബ്ലഡ് ബാങ്കിനകത്ത് അല്ലെ, നമ്മൾ ബ്ലഡ് മറ്റൊരു ഡോണറിൽ നിന്ന് റിസിപ്പിയന്റിലൊക്കെ ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്ന സമയത്ത്. അതുപോലെ ഡയാലിസിസ് അല്ലെ, ഡയാലിസിസ് സമയത്ത് ബ്ലഡ് ലോസ് ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അല്ലെ, ഓൾറെഡി നമ്മൾ അതിന്റെ കോൺസിക്വൻസസ് ആയിട്ട് പഠിച്ചതാണ്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ബ്ലഡ് അല്ലെങ്കിൽ മറ്റുള്ള ബോഡി ഫ്ലൂയിഡ്സുകളുടെ ഒക്കെ ലീക്കേജിനുള്ള സാധ്യതയുണ്ട് കേട്ടോ. സോ മെഡിക്കൽ പ്രൊസീജിയേഴ്സിലൂടെ വേസ്റ്റുകൾ ഉണ്ടാവാം, അതൊരു സോഴ്സ് ആണ്. രണ്ടാമത്തത് ലബോറട്ടറി ടെസ്റ്റിംഗ് ആണ്, ലബോറട്ടറി പരിശോധനകൾ. Hospitals carry out the different laboratory tests on the blood, urine and other body fluids. നമ്മൾ ഇപ്പൊ തന്നെ ലബോറട്ടറി പഠിച്ചതാണ് അല്ലെ. ഓക്കെ, ഇപ്പൊ ബ്ലഡ്, യൂറിൻ, മറ്റുള്ള ബോഡി ഫ്ലൂയിഡ്സിലൊക്കെ ധാരാളം ടെസ്റ്റുകൾ ലബോറട്ടറിക്കകത്ത് ചെയ്യുന്നുണ്ട്. അപ്പോ ദീസ് ടെസ്റ്റ് ക്യാൻ കൺസിസ്റ്റ് ഓഫ് ദ യൂസ് ഓഫ് കെമിക്കൽസ്, റിയേജൻസ് ആൻഡ് അതർ ഡേഞ്ചറസ് മെറ്റീരിയൽ. അപ്പോ നമ്മൾ ഈ ഒരു ലാബിലെ ടെസ്റ്റിങ്ങിനും മറ്റുമായിട്ട് നമ്മൾ പല കെമിക്കൽസുകള്, റിയേജന്റുകള് ഇതൊക്കെ നമ്മൾ അവിടെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ ടെസ്റ്റുകളും മറ്റുമൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ഇത്തരം കെമിക്കൽസ്, റിയേജൻസുകള്, മറ്റുള്ള ഡേഞ്ചറസ് മെറ്റീരിയലുകളുടെ ഒക്കെ ലീക്കേജ് വരാനുള്ള ചാൻസ് അവിടെ ഉണ്ട് അല്ലെ. ഇപ്പൊ ലബോറട്ടറി ടെസ്റ്റിങ്ങിന്റെ ഭാഗമായിട്ട് അവിടെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന കെമിക്കൽസുകള്, റിയേജൻസുകള്, മറ്റുള്ള ഡേഞ്ചറസ് മെറ്റീരിയലുകളൊക്കെ ലീക്കേജ് ആവാനുള്ള റിസ്ക് ഉണ്ട് കേട്ടോ. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് വരുന്നത് പേഷ്യന്റ് കെയർ ആണ് കേട്ടോ. അതായത് ഇൻ ദ കോഴ്സ് ഓഫ് പേഷ്യന്റ് കെയർ ആക്ടിവിറ്റീസ് സച്ച് ആസ് ചേഞ്ചിങ് ബെഡ് ലിനൻസ്, ക്ലിയറിംഗ് ബെഡ് പാൻസ് ഓർ ഹെൽപ്പിംഗ് വിത്ത് ദ പേഴ്സണൽ ക്ലീനിങ്, there is a risk of leakage of body fluids and other materials. ഇതാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഈ പേഷ്യൻസിന് പരിചരണ പ്രവർത്തനങ്ങൾ നടത്തും അല്ലെ, പേഷ്യന്റിന്റെ പരിചരണ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് നമ്മള് പേഷ്യൻസിന്റെ ബെഡ്ഷീറ്റുകൾ നമ്മൾ മാറ്റുക, അതുപോലെ ക്ലിയറിംഗ് ബെഡ് പാൻസ്, പാത്രങ്ങള്, രോഗികൾ ഉപയോഗിക്കുന്ന പാത്രങ്ങള്, കിടക്കുകളൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അവരുടെ ഹെൽപ്പിംഗ് വിത്ത് പേഴ്സണൽ ക്ലീനിനെസ് അല്ലെ, അവരുടെ വ്യക്തിഗത ശുചിത്വത്തിന് വേണ്ടി അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ അവരിൽ നിന്നും ഈ പല തരത്തിലുള്ള ബോഡി ഫ്ലൂയിഡ്സുകളൊക്കെ ലീക്കേജ് വരാനുള്ള ചാൻസ് ഉണ്ട്. അവരെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എന്താണ് അവരെ പരിചരിക്കുന്ന സമയത്ത് ഇത്തരം ബോഡി ഫ്ലൂയിഡ്സുകളൊക്കെ ലീക്കേജ് വരാനും അപ്പൊ അതിലൂടെ ഇൻഫെക്ഷൻസ്, വേസ്റ്റുകൾ വരാനുള്ള ചാൻസ് ധാരാളമാണ് അല്ലെ. അപ്പൊ പേഷ്യന്റ് കേട്ടോ. നാലാമത്തെ പോയിന്റ് വരുന്നത് ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ ഓഫ് മെഡിക്കൽ വേസ്റ്റ് കേട്ടോ. അതായത് ഹോസ്പിറ്റൽസ് ക്രിയേറ്റ് മെനി മെഡിക്കൽ വേസ്റ്റ്. ഇറ്റ് ക്യാൻ കൺസിസ്റ്റ് ഓഫ് ഷാർപ്സ്, കണ്ടാമിനേറ്റഡ് റെസിഡൻസ് ആൻഡ് അതർ ഡേഞ്ചറസ് മെറ്റീരിയൽസ് അല്ലെ. നമുക്കറിയാം ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ധാരാളം മെഡിക്കൽ വേസ്റ്റുകൾ, അതിനകത്ത് ഷാർപ്പ് ഒബ്ജക്റ്റുകൾ ഉണ്ടായിരിക്കും, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള മലിനീകരിക്കപ്പെട്ട വസ്ത്രങ്ങൾ ഉണ്ടായിരിക്കും, മറ്റുള്ള ഡേഞ്ചറസ് മെറ്റീരിയൽസ് എല്ലാം ഇതിനകത്ത് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ഇത് ശരിയായ രീതിയിൽ നമ്മൾ ഹാൻഡിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരം മെഡിക്കൽ വേസ്റ്റുകൾ നമ്മൾ ശരിയായ രീതിയിൽ ഡിസ്പോസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ ലീക്കേജിനുള്ള സാധ്യതയുണ്ട് അല്ലെ. അതുകൊണ്ടാണ് ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ ഓഫ് മെഡിക്കൽ വേസ്റ്റ്. പിന്നെ വരുന്നത് മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ ഓഫ് മെഡിക്കൽ എക്യുപ്മെന്റ് കേട്ടോ. മെഡിക്കൽ എക്യുപ്മെന്റിന്റെ അറ്റകുറ്റപ്പണികൾ, അതിന്റെ റിപ്പയറിംഗിന്റെ ഭാഗമായിട്ടൊക്കെ വരുന്ന ധാരാളം വേസ്റ്റുകൾ വരാം അല്ലെ. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ഹോസ്പിറ്റൽസ് യൂസ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് കോംപ്ലക്സ് മെഡിക്കൽ എക്യുപ്മെന്റ്സ് ആൻഡ് ഡിവൈസസ് വിച്ച് നീഡ് റെഗുലർ മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ അല്ലെ. ഒരു റെഗുലർ ആയിട്ടുള്ള അറ്റകുറ്റപ്പണികള്, റിപ്പയറിംഗ് ഒന്നും ആവശ്യമായിട്ടുള്ള വളരെ സങ്കീർണമായിട്ടുള്ള മെഡിക്കൽ എക്യുപ്മെന്റുകൾ, ഡിവൈസസുകളൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഇവയൊക്കെ റിപ്പയർ ചെയ്യുമ്പോഴും മറ്റു മെയിൻ്റനൻസിന്റെ ഭാഗമായിട്ട് ധാരാളം വേസ്റ്റുകൾ അവിടെ ഉണ്ടാവാം അല്ലെ. ദ യൂസ് ഓഫ് ഡേഞ്ചറസ് മെറ്റീരിയൽസ് ഇൻ ദീസ് ആക്ടിവിറ്റീസ് ക്യാൻ കോസ് ലീക്കേജ്. അപ്പൊ നമ്മൾ ഇത്തരത്തിലുള്ള അപകടകരമായിട്ടുള്ള വസ്തുക്കളുടെ ഉപയോഗമൊക്കെ ഇത്തരത്തിലുള്ള ലീക്കേജിന് കാരണമാകും കേട്ടോ. അടുത്തത് സ്പിൽസ് ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്പോർട്ട്. സ്പിൽസ് ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്പോർട്ട്, നമ്മളിപ്പോ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത്, ദാറ്റ് മീൻസ് നമ്മൾ വേസ്റ്റുകൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ ഹോസ്പിറ്റലിലെ വേസ്റ്റ് അവിടെ തന്നെ ആയിരിക്കില്ല നമ്മൾ ചിലപ്പോ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഡിസ്പോസ് ചെയ്യുന്നുണ്ടാവും. മറ്റേതെങ്കിലും ഹോസ്പിറ്റൽ വേസ്റ്റുകൾ കളയാനായിട്ട് നമുക്ക് മറ്റേതെങ്കിലും സ്ഥലങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരിക്കാം അതിന് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങോട്ടേക്ക് നമ്മൾ ഈ വേസ്റ്റുകളെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്തും എന്ത് സംഭവിക്കാം, ലീക്കേജ് സംഭവിക്കാം എന്നാണ് പറയുന്നത് കേട്ടോ. In the course of transporting medical waste, laboratory samples and other dangerous materials within the hospital or to an off-site facility, there is a risk of leakage. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള മെഡിക്കൽ വേസ്റ്റുകള്, ലബോറട്ടറി സാമ്പിളുകള്, മറ്റുള്ള ഡേഞ്ചറസ് മെറ്റീരിയൽസ് നമ്മൾ ആശുപത്രിക്ക് അകത്തോ അല്ലെങ്കിൽ ഓഫ് സൈറ്റ് ഫെസിലിറ്റി, ഓഫ് സൈറ്റ് ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ ഫെസിലിറ്റി ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിന് പുറത്തുള്ള മറ്റേതെങ്കിലും ഫെസിലിറ്റികളിലൊക്കെ നമ്മൾ ഇത്തരം വേസ്റ്റുകൾ കളയുന്നതിന് വേണ്ടിയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്തും
there is a risk of leakage. ലീക്കേജിനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ പോയിന്റ് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഏതൊക്കെ സോഴ്സുകളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്? അതൊക്കെയാണ് മെഡിക്കൽ പ്രൊസീജിയറുകൾ, ലബോറട്ടറി ടെസ്റ്റിങ്ങുകൾ, പേഷ്യന്റ് കെയർ, ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ ഓഫ് മെഡിക്കൽ വേസ്റ്റ്, മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ ഓഫ് മെഡിക്കൽ എക്യുപ്മെന്റ്, സ്കിൽസ് ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്ഫർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അൺമ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ ആണോ നിങ്ങൾക്ക്? ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഓക്കെ ആണോ? ഡൗട്ട്സ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ശരി, താങ്ക് യു.